കർത്താവിലേക്ക് നമുക്ക് നോക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരുസാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗം വീഴുന്നു. ഒരു പൂജ്യമായിട്ട്, ഒരു സീറോ ആയിട്ട് കർത്താവേ, ആ കർത്താവ് ഒരു പൊടിയായിട്ട് ഞങ്ങൾ ഇതിനെയും താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്തിലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകിയാട്ടെ, അവിടുത്തെ സ്നേഹത്തിലെ ഞങ്ങൾ ഇളവില്ലാതെ നിറച്ചാട്ടെ. യേശുവേ, അവിടുത്തെ മുഖപ്രകാശത്തിലിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങിൽ നിന്ന് തന്നെ കേൾക്കണം കർത്താവേ, അവിടുത്തെ ജീവന്റെ മൊഴികളെ കേൾപ്പാൻ. അവിടുന്ന് കർത്താവെ എമ്മാവുസിലുള്ള ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയങ്ങൾ കത്തിയെരിഞ്ഞതുപോലെ കർത്താവെ, അങ്ങനെയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ കത്തിയെരിയുവാൻ തക്കവണ്ണം ആത്മാവിന്റെ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവെ, ഞങ്ങളെ കേൾപ്പിക്കണമേ. അവിടുന്ന് തന്നെ ഞങ്ങളോട് അരുളി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വാക്കുപോലും താഴെ വീണ് പോകാതെ അത് ഞങ്ങളെ ഹൃദയപലകമേൽ തറച്ചു കയറി കർത്താവെ, അത് ഹൃദയത്തിൽ എഴുതപ്പെടുവാൻ ആത്മാവില് കർത്താവെ, അത് എഴുതപ്പെടുവാൻ തക്കവണ്ണം ആത്മമനുഷ്യന്റെ ഭാഗമായി തീരുവാൻ ആ മന്ന ആത്മമനുഷ്യന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആത്മീയമായിട്ട് പുഷ്ടിയുള്ളവരായിട്ട്, ശക്തിയുള്ളവരായിട്ട്, അകത്തെ മനുഷ്യനിൽ ബലപ്പെട്ട് കർത്താവെ, അവിടുത്തെ സൈന്യമായിട്ട്, അവിടുത്തെ കാന്തയായിട്ട്, അവിടുത്തെ പുരോഹിതനായിട്ട്, അവിടുത്തെ രാജകീയ പുരോഹിത വർഗമായിട്ട്, അവിടത്തേക്കായിട്ട് കർത്താവെ ശോഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് കർത്താവെ ഒരുക്കിയാട്ടെ. അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അവിടുത്തെ സഭയെ പണിതാട്ടെ. എല്ലാ യേശുവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം കുറച്ച് ആഴ്ചകൾ നമ്മൾ പല മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെളിപാട് പുസ്തകത്തിലേക്ക് വന്നിട്ട് ഇപ്പം കുറച്ച് ആഴ്ചകളായെങ്കിലും നമുക്ക് അതിന്റെ സന്ദർഭവും കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ വെളിപാട് പുസ്തകം 22 അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ച് നിർത്തിയായിരുന്നു. വെളിപാട് പുസ്തകം അതിന്റെ അവസാനത്തെ അധ്യായത്തിന്റെ ഡിവിഷനൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പാ വന്നേ നമുക്കറിയെങ്കിലും നമുക്ക് അത് കാര്യങ്ങൾ റെഫർ ചെയ്യാനുള്ള എളുപ്പത്തിന് അങ്ങനെ ആഗോള വ്യാപകമായിട്ട് ഒരേ രീതിയിൽ ബൈബിള് അത്ര അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും ഒക്കെ വേർതിരിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ 22-ാം അധ്യായം, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? അവസാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നലെ എൽഡേഴ്സ് ഫെസിലിറ്റേറ്റേഴ്സ് ഒരു വേൾഡ് വൈഡ് മീറ്റിംഗ് സാങ്ക്പുരം ബ്രദറുമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അവസാന കാലത്തെ കുറിച്ച് പറയുമ്പോൾ വേറെ ഒരു ഇങ്ങനെ വേറൊരു ഇങ്ങനെ അവസാനം സൗരങ്ങള് വിൻസെന്റ് ബ്രദർ പറഞ്ഞു, ബ്രദറെ ഒരു ഫിസിക്കൽ മീറ്റിംഗ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയും. ബ്രദർ പറഞ്ഞു, ഓ അതിനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാവരും വളരെ സന്തോഷിച്ചു. ഞങ്ങൾ ഇനിയിപ്പോ മീറ്റിംഗ് എന്തോ ബാംഗ്ലൂരെങ്ങനെ കൺവീൻസ് ചെയ്യണം. അപ്പം ബ്രദർ പറഞ്ഞു, അല്ല, ഞാൻ ഉദ്ദേശിച്ച കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം ഉദ്ദേശിച്ച്. അപ്പൊ പിന്നെ നമുക്ക് ഫിസിക്കലായിട്ട് എല്ലാവർക്കും പുനരുദ്ധാന ശരീരത്തോടു കൂടി ഒരുമിച്ച് മീറ്റ് ചെയ്യാനുള്ള സമയം ഏറ്റവും അടുത്തു എന്നുള്ള കാര്യം. അപ്പോൾ ബ്രദർ പറയുമായിരുന്നു, അപ്പൊ ഈ ലോക സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം അതിലേക്കാണ്. ഒരു ദുഷ്ടത അങ്ങ് ഏറിയേറി വരുന്നു. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പാപവും പുതിയ പുതിയ പാപങ്ങളും ഇതുവരെ ഇല്ലാത്ത പാപങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് എന്തെല്ലാം കേട്ടുകേൾവില്ലാത്ത വലിയ വലിയ കാര്യങ്ങളും ഒക്കെ ലോകത്ത് അതുപോലെയുള്ള അന്ധകാരം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവിന്റെ അത്ഭുത പ്രകാശത്തിൽ ശോഭിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അപ്പം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. നമുക്ക് കുറച്ച് നാളേ ഉള്ളൂ, എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളെ ഇന്ന് കർത്താവ് വിളിക്കുവാണെങ്കിൽ ഇപ്പോ പെട്ടെന്ന് നമ്മുടെ ജീവൻ അങ്ങ് പോവുകയെന്നിരിക്കട്ടെ. ഇത് പറയുമ്പോൾ ആരും പേടിക്കത്തില്ലെന്ന് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ക്രിസ്ത്യാനികളാണ് യഥാർത്ഥത്തിൽ പേടിക്കാതിരിക്കേണ്ടത്. അപ്പൊ ചിലർക്ക് അയ്യോ ഇങ്ങനെയുള്ള ഉദാഹരണം ഒന്നും പറയല്ലേ ബ്രദറെ എന്നൊക്കെ ചിലർ പറയാം. പക്ഷെ അതൊക്കെ അന്ധവിശ്വാസ ജഡിലമാണ്. നമ്മളത് തീർച്ചയായിട്ടും ഏത് സമയത്ത് പോകാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ജീവനങ്ങ് പോയി, നമുക്ക് പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്നു, പെട്ടെന്ന് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോ, അല്ലെങ്കിൽ പെട്ടെന്ന് പാകിസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ ഒരു പെട്ടെന്നൊരു മിസൈൽ വന്ന് വീണെന്നിരിക്കട്ടെ, നമ്മളെല്ലാം അങ്ങ് അപ്പൊ നമ്മള് കർത്താവിനെ ഫേസ് ചെയ്യുവാന് നമ്മൾ രക്ഷിക്കപ്പെട്ടു. അങ്ങ് അങ്ങ് അങ്ങനെയുള്ളൊരു അത് മാത്രമാണ്. മറിച്ച് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടിയുള്ള ഒരു താങ്ക് യു. സംഘടന നമ്മൾ കേട്ടിട്ടുണ്ട്, താങ്ക് യു എന്ന് എനിക്ക് പറഞ്ഞു തീർന്നില്ല കർത്താവെ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ, ആ ഒരു നമുക്ക് ഉള്ള ജീവിതം കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ താങ്ക് യു പറഞ്ഞ് നമ്മൾ മുഴുപ്പിച്ചിട്ടുണ്ടോ? മുഴുപ്പിക്കാനുള്ളൊരു ഉദ്യമം, അതിനായിട്ടൊരു ആവേശം, അതിനായിട്ടുള്ളൊരു എഫേർട്ട് എന്ന് പറയുമ്പോൾ ആത്മാവിലുള്ള ഒരു ഉത്സാഹം, ഒരു ഡിലിജൻസ്. നമ്മുടെ ഓസ്ട്രേലിയ പേർത്തിൽ നിന്നുള്ള മൈക്ക് ബ്രദർ വന്ന് സംസാരിച്ചപ്പോൾ ആ ഒരു ഡിലിജൻസ് എന്നുള്ള വാക്ക് ബ്രദർ പറഞ്ഞു. ഉത്സാഹം, ആ ഒരു ജാഗ്രത, ഉത്സാഹം, ഡിലിജൻസ്, ഹാർഡ് വർക്ക്. അതുപോലുള്ള ഒരു ആത്മാവിലുള്ള ഒരു നമ്മുടെ ദേഹിയിലുള്ള ഒരു സെൽഫ് എഫേർട്സ് അല്ല, സ്വയപ്രയത്നമല്ല, മറിച്ച് നമ്മളെ തന്നെ ദൈവഭാഗ്യം അങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വലിയൊരു ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി, കർത്താവെ ഏറ്റവും കുറച്ച് കാര്യമേ ഉള്ളൂ, ആ സമയം കൊണ്ട്
ഏതെല്ലാം കാര്യങ്ങൾ അവിടുന്ന് എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അവിടുന്ന് നിവർത്തിക്കണേ എന്നുള്ള ഒരു കാര്യം. കർത്താവേ, ഒന്നും എനിക്ക് മിസ്സായി പോകരുതേ. പലതും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, അതെനിക്ക് തിരിച്ചു തരണേ, എനിക്ക് അതിനുള്ള അവസരങ്ങൾ തരണം. കർത്താവെ, ആരോടെങ്കിലും സുവിശേഷം പറയാനാണെങ്കിലോ, ആരോടെങ്കിലും വചനം പറയാനാണെങ്കിലോ, ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനോ ക്ഷമിക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ മനസാക്ഷിയിൽ കാണിച്ചു തരണം. ആരോട് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച് കർത്താവ് തിരിച്ചു കൊടുക്കാൻ, എന്തെല്ലാം ലോണോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം അതങ്ങ് ഏറ്റവും മാക്സിമം അത് എത്രയും പെട്ടെന്ന് അതങ്ങ് അടച്ചു തീർക്കാൻ തക്കവണ്ണം അങ്ങനെയൊക്കെയുള്ള ഒരു കർത്താവെ, ആ ഒരു തയ്യാറെടുപ്പ് ദൈവമുമ്പാകെ നമ്മളുടെ ജോലി ചെയ്യുന്നവരായിരിക്കും, നമ്മള് ചിലര് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ റിട്ടയർഡ് ലൈഫായിരിക്കും. എന്തുണ്ടെങ്കിലും നമുക്ക് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ ജോലിയിലുള്ള നമ്മുടെ ആത്മാർത്ഥത, നമ്മൾ എത്ര ഫെയ്ത്ത്ഫുൾ ആയിട്ട് വിശ്വസ്തരായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പഠിത്തത്തിലാണെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നു, പിന്നെ റിവൈസ് ചെയ്യുന്നു. ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും ഓർമ്മിക്കുന്നില്ല എന്നതിന്റെ മറുമരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ റിവൈസ്, വീണ്ടും വീണ്ടും അത് വീണ്ടും വീണ്ടും പഠിക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. പലരും ചോദിക്കും വചനം എങ്ങനെ ബ്രദർ ഓർത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം വീണ്ടും വീണ്ടും എനിക്ക് വചനങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം വചനം വീണ്ടും വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം പറയുന്നു, പിന്നെ ആദ്യമായിട്ടൊരു വചനം കോട്ട് ചെയ്യുമ്പം ഏതോ ഒരു അധ്യായം, ഏതോ ഒരു പഴയ പുസ്തകം എന്ന് പറഞ്ഞായിരിക്കും പെട്ടെന്ന്. അപ്പം ചിലപ്പോൾ അത് എക്സാക്റ്റ് ആയിട്ട് ആ വചനം എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ അത് ഏതായിരുന്നു എക്സാക്ട് വേഴ്സ് എന്ന് പിന്നെ ഒന്ന് എടുത്ത് നോക്കി, സോ ദാറ്റ് അടുത്ത തവണ അത് കോട്ട് ചെയ്യേണ്ടി വരുമ്പം അത് ഇന്ന പുസ്തകമാണ്, പക്ഷേ ഇന്ന അധ്യായവും കൂടെ നിന്ന് ചിലപ്പോൾ ഓർമ്മ വരും, ചിലപ്പോൾ ഇന്ന വേഴ്സൊന്നും കൂടെ നമ്മൾ വീണ്ടും വീണ്ടും അത് പറയും. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ജോലിയിലുള്ള വിശ്വസ്തത, നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളെ ടീനേജേഴ്സ്, നിങ്ങളുടെ യൗവനക്കാര് അതിലുള്ള വിശ്വസ്തത. പിന്നെ നമ്മൾ റിട്ടയർഡ് ലൈഫ് ആണെങ്കിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മക്കളെക്കുറിച്ചും മരുമകളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ഒക്കെ പ്രാർത്ഥിക്കാനും, സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കാനും, ദേശത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനും. അത് ബാക്കി ജോലി ചെയ്യുന്നവർക്കും കുട്ടികൾക്കും ആ ഉത്തരവാദിത്തം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ റിട്ടയർഡ് ലൈഫ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ആ സമയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് സമയം അതുപോലെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെയുള്ള ഇപ്പം ജോലി നോക്കുന്നവർ കാണും. അപ്പം ഓരോ സമയത്തും കർത്താവ് നമുക്ക് വേണ്ടി, നമ്മൾ ആ ഒരു തിരുവനന്തപുരത്ത് മീറ്റിംഗിൽ നമ്മളെ വിക്ടർ ബേറിന്റെ ഒരു 3 വേഴ്സസ് അന്ന് പറഞ്ഞേക്ക് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ദിവസം തുടങ്ങുമ്പോൾ ഉള്ള വേഴ്സ് എന്താ? യെശയ്യാവ് 50:4. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എല്ലാവരും ഒന്നുകൂടെ എഴുതി വെച്ചു. യെശയ്യാവ് 50:4 എന്താ പറയുന്നത്? കർത്താവ് എന്നെ രാവിലെ തോറും ഉണർത്തുന്നു. അപ്പൊ അവര് രാവിലെ എഴുന്നേക്കുന്നത് തന്നെ യേശുവേ അവിടുന്ന് എന്നെ ഉണർത്തി, അവിടുന്ന് എനിക്ക് ജീവൻ തന്നു. കർത്താവിനോടുള്ള ഒരു സംഭാഷണത്തിൽ, പിതാവിനോടുള്ളൊരു സ്വർഗത്തിലെ പപ്പയോടുള്ള ഒരു സംഭാഷണത്തിൽ വേണം നമ്മൾ ദിവസം തുടങ്ങാൻ. നമ്മൾ തന്നെ സമർപ്പിച്ച്, നല്ല മനസാക്ഷിയോടെ സമർപ്പിച്ച്, ആത്മാവിനെ നിറയപ്പെട്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ലിസണിങ് ഇയർ, ആ ഒരു കേൾക്കുന്ന ഒരു ചെവിയോടുകൂടി നമ്മൾ ദിവസം തുടങ്ങുന്നു. പിന്നെ ത്രൂ ഔട്ട് ദ ഡേ ഉള്ള വേഴ്സ് ഏതായിരുന്നു? സങ്കീർത്തനം 139:16 വാക്യം. Psalm 139:16 എന്താ പറയുന്നേ? കർത്താവ് ദിവസങ്ങള് ഉണ്ടായിരിക്കുന്നതിന് മുമ്പേ ദൈവം അതെല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചു. അതിന്റെ ലിവിംഗ് ബൈബിൾ പാരഫ്രൈസ് വിക്ടർ ബേർ കോട്ട് ചെയ്തത് ഞാൻ തന്നെ അത് എൻ്റെ ബൈബിളിൽ എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ലിവിംഗ് ബൈബിൾ എടുത്ത് തുറന്നു നോക്കുന്നതിന്റെ പ്രയാസമുള്ളതുകൊണ്ട് നല്ലൊരു ലിവിംഗ് ബൈബിൾ പാരഫ്രൈസ്, ഒരു പാരഫ്രൈസ് എന്ന് പറയുമ്പോൾ തോട്ട് ടു തോട്ട്, വേർഡ് ടു വേർഡ് ആണ് ട്രാൻസ്ലേഷൻ, പരിഭാഷ. പാരഫ്രൈസ് എന്ന് പറയുമ്പോൾ പരാവർത്തനം, മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യാന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് തോട്ട് ടു തോട്ട്, ചിന്തയിൽ നിന്ന് ആ ദിവസത്തിൽ അതിന്റെ ആ ഒരു ചിന്തയിൽ നിന്ന് ഒരു ചിന്തയിലോട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം Psalm 116 ലിവിംഗ് ബൈബിൾ പാരഫ്രൈസ് എന്നൊക്കെ വേണമെങ്കിൽ എഴുതി വെക്കാം. നിങ്ങൾ ബൈബിളിൽ തന്നെ വേണമെങ്കിൽ അതിന്റെ ആ മോഡലിൽ കാണാൻ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതി വെക്കാം. ഞാൻ ചെയ്തവണൊക്കെ യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ. നീ എന്നെ കണ്ടു, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നീ എന്നെ കണ്ടു. അത് ആ ഒരു നമ്മൾ എൻ്റെ ലിറ്ററൽ പാരഫ്രൈസ് ഇങ്ങനെ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെ, യുവർ ഐസ് ഹാവ് സീൻ മൈ അൺഫോംഡ് സബ്സ്റ്റൻസ്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ ആൻഡ് ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ് ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത്. അതാ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അപ്പം ദൈവം തന്നെ എല്ലാം ഷെഡ്യൂൾ ചെയ്തു. ഇപ്പം നമ്മളിപ്പം ജോലി സ്ഥലത്തും ബാക്കി ഡ്യൂട്ടി റോസ്റ്റർ എന്നൊക്കെ പറയും. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ ഷെഡ്യൂൾ മാതിരി, ഇന്ന ദിവസം ഇന്ന ആൾ ഡ്യൂട്ടി എടുക്കണം. ഈ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ ഒരു റോസ്റ്റർ ഉണ്ടാക്കും അവർ. ഇന്ന ആഴ്ച ഇന്നയാൾ ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടി, ഇന്ന ഷിഫ്റ്റ് അതെന്നൊക്കെ പറഞ്ഞ് ഈ ബാക്കി ഓരോ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമല്ല ബാക്കി ഓരോ ഓഫീസുകളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളിടത്തൊക്കെ അവരൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ കർത്താവ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ഷെഡ്യൂൾഡ്. അതാ യു സോ മീ ബിഫോർ ഐ വാസ് ബോൺ ആൻഡ് ഷെഡ്യൂൾഡ് ഈച്ച് ഡേ ഓഫ് മൈ ലൈഫ്
ബിഫോർ ഐ ബിഗാൻ ടു ബ്രീത്ത്. ഞാൻ എപ്പോഴാണ് ബ്രീത്ത് ചെയ്യാൻ തുടങ്ങിയത്? നമ്മൾ എപ്പോഴാണ് ബ്രീത്ത് ചെയ്യുന്നത്? അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ബ്രീത്ത് ചെയ്യൂ? ഇല്ല. നമ്മൾ ജനിച്ച് ആദ്യം ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് ആദ്യത്തെ ബ്രത്ത് എടുക്കുന്നു. നമ്മുടെ ലങ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടെ ഹൃദയത്തിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യമൊക്കെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എൻ്റെ ഡീറ്റെയിൽസിൽ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളോടൊന്നും പോകുന്നില്ല. അപ്പൊ ആ ആദ്യത്തെ ശ്വാസം ഞാൻ എടുക്കുന്നതിന് മുമ്പേ കർത്താവ് എല്ലാം ഷെഡ്യൂളെല്ലാം എഴുതി വെച്ചു. എന്താ ഓരോ കാര്യങ്ങൾ, ഇവൻ എവിടെ ജനിക്കണം, ഇവിടെ പഠിക്കണം, ഇവിടെ വളരണം, കാര്യങ്ങൾ, ജോലി, ആ, ഭാര്യ, ഭർത്താവ്, മക്കള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എത്ര കാലം ജീവിക്കണം, എല്ലാം ദൈവം എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവറി ഡേ വാസ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക്. ഈച്ച് ഡേ ഓരോ ദിവസം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇപ്പോഴാണ് നമ്മൾ ഈ സൂം റെക്കോർഡിങ്ങും ബാക്കി ഒരു യൂട്യൂബ് റെക്കോർഡും ഒക്കെ. അപ്പോൾ ദൈവം ഇതെല്ലാം ഓൾറെഡി അല്ല, എവറി ഡേ കർത്താവ് എല്ലാം ദൈവം എല്ലാം റെക്കോർഡ് ചെയ്ത് ഒരു റെക്കോർഡ് എഴുതി. ഈ ഹാജർ റെക്കോർഡ് എന്നൊക്കെ നമ്മൾ പറയാം, അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറയുന്ന പോലെ ദൈവം അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഓരോ ദിവസവും ഞാൻ എന്ത് ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, വെളിപാട് പുസ്തകം നമ്മൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? കർത്താവിന്റെ വരവിനായിട്ട് ഈ അവസാന കാലത്ത് നമ്മൾ ഏറ്റവും ഒരുക്കമുള്ളവരായിരിക്കാനാണ്. അത് നമ്മൾ ഒരുക്കമുള്ളവരാവുന്നില്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ വൃഥാവാണ്. നമുക്ക് തലച്ചോറിൽ എന്തൊക്കെയോ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെയുള്ള ഒരു ദേഹിയിൽ മാത്രം നിൽക്കുന്ന ഒരു അറിവ് നമ്മളെ ചീർപ്പിക്കുന്നു. എന്നാൽ അത് ആത്മാവിലുള്ള ആത്മമണവാളിനെ അറിയുന്ന ഒരു അറിവിലേക്ക് വരണം. ദേഹിയിലുള്ള അറിവ് ചീർപ്പിക്കുന്നു എന്ന് എവിടെ പറയുന്നേ? 1 കൊരിന്ത്യർ 8:1 നോളജ് മേക്സ് ആരഗൻ ബട്ട് ലവ് എഡിഫൈസ്. എവിടെ പറയുന്നത്? 1 Corinthians 8:1. 1 Corinthians 8:1 പറയുന്നത് നോളജ് എവിടെ? ഈ ദേഹിയിലുള്ള നോളജ്, അത് നമ്മുടെ തലച്ചോറിൽ മാത്രം നിൽക്കുന്ന നോളജ്. പക്ഷേ ആ നോളജ് നമുക്കുള്ള ഈ ദേഹിയിലുള്ള നോളജ്, ഇഫ് ഇറ്റ് ലീഡ്സ് us ടു നോയിങ് ദ ലോർഡ് ജീസസ് ഇൻ അവർ സ്പിരിറ്റ്, ദാറ്റ് ഇസ് ലവ്. അതാ സ്നേഹം. അത് ആത്മീയ വർധന വരുത്തുന്നു. നമുക്ക് നോളജ് വേണ്ട എന്നുള്ളതല്ല, നോളജ് വേണം. പക്ഷെ ആ നോളജ് എപ്പോഴും സറണ്ടേർഡ് ആയിരിക്കണം. സറണ്ടേർഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള നോളജ് അത് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിനായിട്ട് അത് സറണ്ടേർഡ് ആയിരിക്കുമ്പം ശരിയാണ്. നമ്മൾ ദൈവജനത്തിൽ ഓരോ വേർഡ്സിന്റെ റെഫറൻസും ബാക്കി മീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നോളജ് ആയിട്ട് ദേഹിയിൽ നമ്മളത് റെഫറൻസും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നു. പക്ഷേ നമ്മൾ ദൈവമുമ്പാകെ ഒരു വട്ടപൂജ്യമാണെങ്കിൽ, വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദേഹിയല്ല, നമ്മുടെ ദേഹിയെയും ആത്മാവിനെയും തിരിക്കുന്ന തിരശീലയാകുന്ന നമ്മളുടെ ജഡം, നമ്മുടെ സ്വന്തം ഇഷ്ടം, അത് ചിന്തപ്പെടുന്ന ഒരു അവസ്ഥയിൽ സീറോ ആയിട്ട് അൾത്താരയിലാണെങ്കിൽ, ദൈവവചനമാകുന്ന ആത്മാവിന്റെ ജ്വാലയുള്ള വാളിനെ ചിന്തപ്പെടുവാനായിട്ട് കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നാം യാഗപശുവിനെ പോലെ അൾത്താരയിൽ കെട്ടപ്പെട്ടവരാണെങ്കിൽ എന്താ? അവിടെ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിൽ നിന്ന് നിറഞ്ഞ് നമ്മളുടെ ദേഹിയിലുള്ള അറിവ് അത് കർത്താവിനെ അധികം അറിയുന്ന തരത്തിലേക്ക് നമ്മളെ നയിക്കും. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നോയിങ് ദ വേർഡ് ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് ദ നോയിങ് ദ ലോർഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. അതതിൻ്റെ ഡിഫറൻസ്. നോയിങ് ദ വേർഡ് ഓഫ് ഗോഡ് നമുക്ക് അറിവ് കാര്യങ്ങളെല്ലാം അറിയാം, അതിൽ തന്നെ അപകടമാണ്. പക്ഷെ അവിടെ നിൽക്കാതെ ദാറ്റ് ഹാവ് ദീസ് സ്ക്രിപ്ചേഴ്സ് സ്പീക്ക് ഓഫ് മീ ബട്ട് യു ആർ അൺവില്ലിംഗ് ടു കം ടു മീ ടു ഹാവ് ലൈഫ്. ഈ തിരുവഴുത്തുകൾ എന്നെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്ക വരുന്നില്ലല്ലോ എന്നാ കർത്താവ് എവിടെ പറയുന്നേ? യോഹന്നാൻ 5:39 കർത്താവ് പറയുന്ന കാര്യമാണ്. ഈ സ്ക്രിപ്ചേഴ്സ്, ഓൾ ദി സ്ക്രിപ്ചേഴ്സ്, ഈ തിരുവഴുത്തുകളൊക്കെ എന്നെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇത് വായിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ജീവൻ പ്രാപിക്കുന്നതിന് പകരം നിങ്ങൾ ആ അക്ഷരം കൊണ്ടിരിക്കും, അക്ഷരം കൊല്ലുക, ആത്മാവ് ജീവിപ്പിക്കുന്നു. 2 Corinthians 3:6 അതാ പറയുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് that should lead us to a greater preparation for the coming of the Lord. കർത്താവിൻ്റെ വരവിനായിട്ടുള്ള ഒരു കൂടുതലായിട്ടുള്ള ഒരു ഒരുക്കത്തിൽ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം തന്നിട്ടുള്ള ദേഹിയിൽ ദൈവം നമുക്ക് തന്ന ആ അറിവൊക്കെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വരുമ്പോൾ അത് നമ്മളെ കൂടുതലായിട്ട് നമ്മൾ തന്നെ ഒരുങ്ങാനും ബാക്കിയുള്ളവരെ ഒരുക്കാനും, അത് നമുക്ക് ഈ വചനത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ളവരെയും അത് വെല്ലുവിളിക്കാനും ബാക്കിയുള്ളവർക്കും അത് പകർന്നു കൊടുക്കാനും അത് ആത്മാവിലെ അറിവായിട്ട് മാറും. അത് ഈ ദേഹിയിലെ അറിവായിട്ട് അങ്ങനെ നിൽക്കാതെ ആത്മാവില് നോളജ് ഇൻ ദ സ്പിരിറ്റ്. അപ്പൊ ആ നോളജ് ഇൻ ദ സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഹോശിയയുടെ പുസ്തകത്തിൽ ആ ഒരു പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നുള്ള വാക്യം നമ്മൾ കുറച്ചാൾ മുമ്പ് എടുത്തായിരുന്നു. ആമോസ് കഴിഞ്ഞ ഹോശിയയുടെ പുസ്തകത്തില് അല്ല, ആമോസിന് മുമ്പ് ഹോശിയയുടെ പുസ്തകം, സോറി,
അതിന്റെ 6-ാം അധ്യായം അതിന്റെ ഓർമ്മ, അതെ, 4-ാം അധ്യായം. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഞാനിവിടെ 139-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഹോശിയയുടെ പുസ്തകം 4-ാം അധ്യായം. കഴിഞ്ഞ പ്രാവശ്യം ഈ ഹോശിയുടെ ഒരു ഈ ഒരു റെഫറൻസ് എടുക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു റിവിഷൻ, നമ്മുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയും. ഇപ്പം ഈ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നേരത്തെ ഞാൻ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളേ. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ റെഫറൻസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ നമുക്കത് ഓർമ്മയിലേക്ക് വരും. നമ്മൾ ഒരു ബുക്ക് ബൗണ്ട് ബൈബിൾ ഉപയോഗിക്കുന്നതിന് ഗുണം അതാ. ശരിയാണ്, നമുക്ക് ചിലപ്പോൾ പെട്ടെന്നുള്ള റെഫറൻസിനും നമ്മൾ യാത്രയിലും ഒക്കെ നമുക്ക് ബൈബിൾ വായിക്കാനൊക്കെ മൊബൈലിലുള്ള ബൈബിളൊക്കെ തീർച്ചയായിട്ടും നല്ലത് തന്നെ. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട സമയത്തോ അങ്ങനെയുള്ള സമയത്തും ഒക്കെ നമുക്ക് മൊബൈലിലുള്ള ബൈബിൾ ഏറ്റവും അത് ഉപയോഗമുള്ള കാര്യം തന്നെ. പക്ഷേ എങ്കിലും ബുക്ക് ബൗണ്ട് ബൈബിളിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വചനത്തിന്റെ ലൊക്കേഷനൊക്കെ അടയാളപ്പെടുത്തി ഇടാനും, ശരിയാ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൊബൈൽ ബൈബിൾ ആപ്സിനകത്തും ഒക്കെ അടയാളപ്പെടുത്താനും ഹൈലൈറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മള് കുറച്ച് ഓൾഡ് ജനറേഷൻ ആയി പോയതാണെന്ന് അറിയത്തില്ല. ഈ ബുക്ക് ബൗണ്ട് ബൈബിള് അതിൻ്റെതായ ഒരു നമുക്ക് പെട്ടെന്ന് ലൊക്കേഷൻ ശരിക്കും മറ്റേതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ബൈബിളിലെ ലൊക്കേഷനൊക്കെ പക്ഷെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് വേറെ കാര്യം. എങ്കിൽ പോലും ബുക്ക് ബൗണ്ട് ബൈബിളിന് അതിൻ്റെതായ ഒരു ഗുണമുണ്ട്. പിന്നെ വേറെ ആരും പറഞ്ഞാലും മൊബൈലിൽ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങൾ ലോകപരമായിട്ടുള്ള പല കാര്യങ്ങൾ, പക്ഷെ ലോകപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പാപപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കരുത്, അത് വേറെ കാര്യം. എങ്കിലും ആ ബുക്ക് ബോണ്ട് ബൈബിളിന് അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം ഹോസിയ 4-ന്റെ 6-ാമത്തെ വാക്യം, മൈ പീപ്പിൾ ആർ ഡിസ്ട്രോയ്ഡ് ഫോർ ലാക്ക് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ നോട്ട് നോളജ് ഓഫ് ദ സോൾ, ആ ദേഹീതലത്തിലുള്ള നോളജ് അല്ല, മറിച്ച് നോളജ് ഓഫ് ഗോഡ്. അതാ എന്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ. നമുക്ക് എല്ലാവർക്കും കിട്ടിയോ? എല്ലാവരും എടുത്തോ? ഹോസിയ, ദാനിയേൽ കഴിഞ്ഞ ഹോസിയ. ഹോസിയ 4-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം, പരിജ്ഞാനമില്ലാകിയാൽ, നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, നോളജ് ഓഫ് ഗോഡ്, നോളജ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, നോളജ് ഓഫ് ഗോഡ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ കർത്താവിനെ കുറിച്ചുള്ള അറിവ്, കർത്താവിന്റെ അറിവ്, കർത്താവിനെ അറിയുന്നത്, വചനത്തിലൂടെ കർത്താവിനെ അറിയുന്നത്. ആ പരിജ്ഞാനം ഇല്ലാകിയ, പരിജ്ഞാനം എന്ന് പറയുമ്പോൾ എന്തോ ഒരു യുനോ വലിയൊരു യുനോ അത് നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട. പരിജ്ഞാനം, നോളജ്, അറിവ് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വിസ്റ്റത്തിന് ജ്ഞാനമെന്നും നോളജിന് പരിജ്ഞാനമെന്ന മലയാള പരിഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നോളജ്, പരിജ്ഞാനമില്ലാകിയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കുകൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും, നീ എൻ്റെ ദൈവത്തിന്റെ പ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും എന്നൊക്കെ പറയുന്നൊരു ദൈവത്തിന്റെ ഒരു ശാസനം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പരിജ്ഞാനം, ഇതെല്ലാം നമ്മൾ എന്തിലോട്ടാണ് ലീഡ് ചെയ്യണ്ടേ? കർത്താവിനെ കർത്താവിനെ കർത്താവ് ഇപ്പം അവിടെ തന്നെ എടുത്താലും കർത്താവ് അവിടുത്തെ മുമ്പാകെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ലജ്ജിതനാവാതെ നിൽക്കുവാൻ തക്കവണ്ണം എങ്ങനെയെങ്കിലും അങ്ങ് രക്ഷിച്ച് കഷ്ടിച്ചങ്ങ് സ്വർഗത്തിലേക്ക് എത്തി എന്നുള്ളതെല്ലാം മറിച്ച് ഒരു 100 ഫലം കായ്ക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് തന്നിട്ടുള്ള അറിവ് വെളിച്ചത്തിന് ഒത്തവണ്ണം ഒരു മാനസാന്തരത്തോടെ, പൂർണ്ണ മാനസാന്തരത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിപ്പാനും അനുസരിപ്പാനും സഹോദരങ്ങളെ സ്നേഹിപ്പാനും കർത്താവ് നമുക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതാ ഓരോ ദിവസത്തെ ഷെഡ്യൂളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ദിവസത്തിന് ആദ്യം എങ്ങനെ തുടങ്ങുന്നത്? യേശയ്യാ 50-4 ത്രൂ ഔട്ട് ദ ഡേ. സങ്കീർത്തനം 139-16. ദ എൻഡ് ഓഫ് ദ ഡേ ഏതാ വേഴ്സ്? യോഹന്നാൻ 17-ന്റെ 4-ാമത്തെ വാക്യം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ പറയുന്നത്? ഐ താങ്ക് യു ഫാദർ ദാറ്റ് ഐ ഹാവ് ഗ്ലോറിഫൈഡ് ദൈ നെയിം, having done your will, I have finished the work, I have accomplished the work that you have given me to do and have glorified your name. നീ എനിക്ക് തന്ന ആ വേല തികച്ച് ഞാൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ 17-ന്റെ 4 ഇങ്ങനെ പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അത് ഇംഗ്ലീഷിൽ ഹാവിങ് അക്കംപ്ലിഷ്ഡ്. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് പരിഭാഷപ്പെടുത്തുവാണെങ്കിൽ ഇങ്ങനെ പറയാം, എന്താ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ച് ഞാൻ ഭൂമിയിൽ തന്നെ മഹത്വപ്പെടുത്തി. അപ്പൊ ഞാൻ കർത്താവ് എനിക്ക് ചെയ്യാൻ തന്ന വേല തികച്ചില്ലെങ്കിൽ ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ വേണ്ടവണ്ണം മഹത്വപ്പെടുത്തിയില്ല, കുറച്ചേ തികച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഓരോ ദിവസവും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓരോ വേല, അത് നമ്മുടെ ജീവിതാവസാനം നമുക്ക് പറയണമെങ്കിൽ ഓരോ ദിവസവും നമ്മൾ എന്താ, ഗുഡ് 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 ഗുഡ്, വെരി ഗുഡ്, നല്ലത് 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 നല്ലത്, ഏറ്റവും നല്ലത്. എവിടെ വായിക്കുന്നത്? ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 1. ഓരോ ദിവസം ദൈവം നല്ലത് നല്ലതെന്ന് പറയുന്നത്, പിന്നെ ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കും. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഏറ്റവും നല്ലതും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കണമെങ്കിൽ ഓരോ ദിവസവും കർത്താവെ അവിടത്തേക്ക് എൻ്റെ ഈ ദിവസത്തെ നോക്കി നല്ലതെന്ന് പറയാൻ സാധിക്കുന്നുണ്ടോ കർത്താവെ? അല്ലെങ്കിൽ എവിടേക്ക് എനിക്ക് വീഴ്ച പറ്റിയത്? കർത്താവിനെ സഹായിക്കണേ.
അവിടുത്തെ രക്തത്താലിനെ കഴുകണേ, കൂടുതൽ അങ്ങേ സ്നേഹിപ്പാൻ അനുസരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നൊരു നിലവിളി നമുക്ക് വേണം. അത് നമ്മൾ ടൈമൊക്കെ വേസ്റ്റ് ചെയ്ത് വെറുതെ മൊബൈലും വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളും ഒക്കെ വായിച്ചും കേട്ടും ഒക്കെ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു നമ്മൾ ഓഫ് കോഴ്സ് ഒരു റിലാക്സേഷന് വേണ്ടി എന്തെങ്കിലും ഒരു യുനോ നമ്മളുടെ മനസ്സിനെ മലീമസപ്പെടുത്താത്ത എന്തെങ്കിലും ഒരു ക്ലീൻ എന്റർടൈൻമെന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സസൈസോ ഗെയിംസോ ഹോബീസോ അങ്ങനെയൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ നല്ലത് തന്നെ, കർത്താവിനോടൊപ്പമുള്ള ഫെലോഷിപ്പിൽ കൂട്ടായ്മയിൽ നമുക്ക് അതൊക്കെ ആവാം. പക്ഷേ വെറുതെ തന്നെ ടൈം വേസ്റ്റ് ചെയ്ത ഒരു ഒരു ഇതുമില്ലാതെ ഇങ്ങനെ ഇൻസ്റ്റയിൽ റീൽസും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിമോണിക് ഹാബിറ്റ് എന്ന് ഞാൻ പറയും. എന്താ പിശാച് നമ്മുടെ സമയം കവർന്നു കളയുക. ഇൻസ്റ്റയിലെ റീൽസ്, യൂട്യൂബിൽ ഷോർട്സ്, ഫേസ്ബുക്കിൽ എന്തോ റീൽസ്, ഇങ്ങനെ കുറച്ച് കുറച്ച് എന്തോ ഇങ്ങനെ അതിങ്ങനെ ഈ ഓരോന്ന് കാണുമ്പോൾ ഈ ഡോപ്പമിൻ റിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോപ്പമിൻ നമ്മളെ തിരുവനന്തപുരത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. എന്താ പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ, സന്തോഷത്തിന്റെ രാസപദാർത്ഥമാണ് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ. ദൈവം തന്നെ സൃഷ്ടിച്ചു വെച്ചതാ. പക്ഷേ അത് എപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള സന്തോഷം, കർത്താവിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണത, അവിടെ ഡോപ്പമിൻ റിലീസ് വേണ്ടത്. പക്ഷേ ബാക്കി ഓഫ് കോഴ്സ് നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിൽ പ്രകാരം നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവിടെ ഡോപ്പമിൻ റിലീസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആത്മാവിലുള്ളൊരു സന്തോഷം അത് നമ്മളുടെ ദേഹിയിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യും, ഡോപ്പമിൻ റിലീസ് ഉണ്ടാവും. അതൊന്നും അതൊക്കെ അതാണ് വേണ്ടത്. എന്നാൽ നമ്മൾ ഈ കൃത്രിമമായ വേറെ നമ്മൾ ലഹരി, ഇപ്പം ഒരാൾ മദ്യത്തിന് അടിമയായിട്ടിരിക്കുന്ന അയാളെ, ഒരു മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആൾ, അവന്റെ ജീവിതം തുലയ്ക്കുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്താ മദ്യത്തിന്റെ പുറകെ പോകുന്നു, മയക്കുമരുന്നിന് പുറകെ പോകുന്നു. അവർക്ക് ഈ ഡോപ്പമിൻ റിലീസിന് വേണ്ടി അവർ ചെയ്യുന്നത്. അവർ മദ്യത്തിന്റെ പുറകിലായിരിക്കും, നമ്മൾ മൊബൈൽ ഫോണിന്റെ റീൽസും കണ്ടുകൊണ്ടായിരിക്കും അഡിക്ഷൻ തീർക്കുന്നത്. നമ്മളല്ലെങ്കിൽ വേറെ സീരിയൽ കണ്ടുകൊണ്ടായിരിക്കും, സിനിമ കണ്ടുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ, ഗോസിപ്പ്, പരദൂഷണം പറഞ്ഞുകൊണ്ടായിരിക്കും. അവർക്ക് അങ്ങനെ, ഇവരിങ്ങനെ അവർ പരദൂഷണം പറയുന്നു, ഓരോ ആവശ്യമില്ലാത്ത സമയം കളയുന്നു. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ഡോപ്പമിൻ റിലീസ് ഉണ്ട്, നമ്മളുടെ അൺഹെൽത്തി ഡോപ്പമിൻ റിലീസ് ഉണ്ടാവുന്നത്. പക്ഷേ അനാരോഗ്യകരമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഈ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉൽപാദനം ഉണ്ടാകുന്നത് ആ ഒരു തരത്തിലായിരിക്കും. അപ്പം ദൈവഹിതം ചെയ്ത് സന്തോഷത്തോടെ ആത്മാവുള്ള ഒരു സന്തോഷം, അത് ഓഫ്കോഴ്സ് അത് ദേഹിയിലും നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ദേഹിയിലും നമുക്ക് ഫീലിങ്സ് ഉണ്ട്, അവിടെ ഡോപ്പമിൻ റിലീസ് ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ കർത്താവിന് ഹിതം ചെയ്തുകൊണ്ടുള്ള അതാണ് നമ്മളുടെ ആഹാരം എന്ന് കർത്താവ് തന്നെ പറഞ്ഞു അല്ലേ. എൻ്റെ പിതാവ് തന്ന വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന കർത്താവ് യോഹന്നാൻ 4:34 പറയുന്നത്. അപ്പൊ നമ്മൾ തിരിച്ചിവിടെ നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് എത്തി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദിവസം തുടങ്ങുന്നതും ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് ദ ഡേ ഉള്ള വേഴ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞു. കർത്താവിന്റെ വരവനായിട്ട് നമ്മൾ ഏറ്റവും ഒരുങ്ങിയിരിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത്. വെളിപാട് പുസ്തകത്തിന്റെ അവസാന താളിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിതൊക്കെ ചിന്തിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഇതർ ക്രിസ്തു എപ്പോഴും എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. ഒരു ഏകലോക ഭരണാധികാരി, സർവസമ്മതനായ ഒരു ഏകലോക ഭരണാധികാരി പെട്ടെന്ന് വെളിപ്പെടാൻ പോകുന്നു. യഹൂദന്മാരും അവനെ അംഗീകരിക്കുന്നു. എന്നാൽ ആദ്യത്തെ 3.5 വർഷക്കാലത്തെ ഭരണത്തിന് ശേഷം അവൻ യഹൂദന്മാരോടുള്ള ആ ഒരു വ്യവസ്ഥ ഒക്കെ ലംഘിച്ചുകൊണ്ട് അവൻ തന്നെ ദൈവമായിട്ട് അതിവിശുദ്ധ സ്ഥലത്ത്, അപ്പോൾ പണിയപ്പെടുന്ന യെരൂശലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ എന്നൊക്കെ കർത്താവ് പറയത്തക്ക വണ്ണം അവൻ അങ്ങനെ തന്നെ ദൈവമായിട്ട് അവരോധിക്കുന്നതും അതിനുശേഷമുള്ള ഇസ്രായേൽ മക്കളെ, അതായത് യഹൂദന്മാരെ പീഡിപ്പിക്കാൻ നോക്കുന്നതും അവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നതും, പിന്നീട് ദൈവമക്കൾക്കെതിരെ, അതായത് സഭയ്ക്കെതിരായിട്ട് അവനൊരു മഹോപദ്രവം അഴിച്ചുവിടുന്ന, ഗ്രേറ്റ് ട്രിബുലേഷൻ അഴിച്ചുവിടുന്ന രംഗമൊക്കെ നമ്മൾ കാണുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ ഒരു 3.5 വർഷക്കാലത്തെ മഹോപദ്രവത്തിന് ശേഷം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത മധ്യവാനിൽ, ഇൻ ദ മിഡ് എയർ കർത്താവ് വാനമേഖല വന്ന കാന്തയെ ചേർക്കുന്ന കാര്യങ്ങളും, പിന്നെന്താ കർത്താവ് ഇവിടെ 1000 വർഷക്കാലം ഭരണം തുടങ്ങുന്നു. അപ്പം പിശാച് എന്ന പേപ്പട്ടിയെ പിടിച്ച് കൂട്ടിലടയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അഗാധത്തില് ഈ പിശാചിനെ പിടിച്ച് അടയ്ക്കുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൽ വായിച്ചു. കർത്താവിൻ്റെ വാഴ്ച തുടങ്ങുമ്പോൾ, സഹസ്രാബ്ദ വാഴ്ച, 1000 വർഷക്കാലം മില്ലേനിയൽ റെയിൻ തുടങ്ങുമ്പോൾ കർത്താവ് എന്താ ആദ്യം നമുക്കൊക്കെ പ്രതിഫലമൊക്കെ തരും. ആ പ്രതിഫലത്തിന്റെ കാര്യം നമ്മളിപ്പം വെളിപാട് 22:12 നമ്മൾ കാണുന്നേ. വേഗം ഞാൻ വരുമോ, എൻ്റെ കയ്യിൽ പ്രതിഫലമുണ്ട്. അതായത് കുഞ്ഞുമക്കളോട് പറയുക, വേഗം ഓഫീസിൽ നിന്ന് വരുക, ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നോണൊക്കെ കർത്താവ് നമ്മളെ ഉത്സാഹിപ്പിക്കുക. അപ്പൊ അങ്ങനെ പ്രതിഫലം ഒക്കെ കൊടുക്കുന്നു. പിന്നെ സഹസ്രാബ്ദ വാഴ്ച അവിശ്വാസിക്ക് ഒത്തവണ്ണം കർത്താവിനോട് ചേർന്നിട്ട് നമ്മൾ വാഴുന്നു. ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി, പിശാചും ക്രിസ്തുവൊക്കെ
പിശാച് അഗ്നിപ്പൊയ്കയിലോട്ട് പോകുന്നു. ഓൾറെഡി സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത് അഗ്നിപ്പൊയ്കയിൽ ആരൊക്കെ സ്ഥലം പിടിച്ചായിരുന്നു? എതിർ ക്രിസ്തു, കള്ളപ്രവാചകനൊക്കെ, ആന്റിക്രൈസ്റ്റ് ആൻഡ് ദ ഫാൾസ് പ്രോഫിറ്റ് ഒക്കെ സ്ഥലം പിടിച്ച കാര്യമൊക്കെയും അതിന്റെ ഒത്ത നടുവിലേക്ക് പിശാച് ബ്ലിങ് എന്ന് പറഞ്ഞ് വീഴുന്നതൊക്കെ കാര്യമൊക്കെ നമ്മൾ ആ ശബ്ദമൊക്കെ കേട്ടായിരുന്നില്ലേ? വെളിപാട് 20-ന്റെ 10-ാമത്തെ വാക്യമൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിനുശേഷം ഈ പിശാച് ബ്ലിം എന്ന് പറഞ്ഞ് അഗ്നിപ്പൊയ്കയിൽ വീണതിന് ശേഷം അവിശ്വാസികളുടെ ന്യായവിധി വെളിപാട് 20-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. പിന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചവും എല്ലാം, ഈ ഭൂമിയും ഈ കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്, അതാ ആകാശവും ഭൂമിയും എന്ന് പറയുന്നത്. വിസിബിൾ യൂണിവേഴ്സിനെ ആകാശം അല്ലെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ ഔരാനോസ് എന്നുള്ള ഒരു പദം കൊണ്ട് ഒന്നാം സ്വർഗം എന്നുള്ള ഒന്നാം സ്വർഗമാണല്ലോ ഈ കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്. സങ്കീർത്തനം 8-ന്റെ സങ്കീർത്തനം 8-ലും സങ്കീർത്തനം 19-1 ഒക്കെ ഹെവൻസ് എന്ന് ഈ വിസിബിൾ യൂണിവേഴ്സിനെ, ഈ പ്രപഞ്ചത്തെ, ആകാശത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിനെ പ്രതിപാദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കീർത്തനം 19-1-ലും 8-ന്റെ 4 എന്നാ എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിക്കോട്ടെ റെഫറൻസ്. 8-ന്റെ അതെ അതെ എൻ്റർ ദ ഹെവൻസ് ഡിസ്പ്ലേഡ്, അല്ല നീ ആകാശത്ത് നിന്റെ തേജസ് വെച്ചിരിക്കുന്നത് 8-ന്റെ 1-ൽ തന്നെ പറയുന്നുണ്ട്. 8-ന്റെ 1-ലും ഏനോ ഈവൻ ആകാശത്തിലെ പക്ഷികൾ, ആകാശത്തിൽ എന്നുള്ളത് ബേർഡ്സ് ഓഫ് ദ ഹെവൻസ്, അത് ആ ഫസ്റ്റ് ഹെവൻ എന്നുള്ള ആ വാക്ക് ഷമായി എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ 3-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും. ആകാശത്തിൽ നിന്നുള്ള ഇംഗ്ലീഷിൽ ഹെവൻസ് എന്ന് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയാണല്ലോ പഴയ നിയമം ആദ്യം എഴുതപ്പെട്ട എബ്രായ ഭാഷയിൽ, മൂലഭാഷയിൽ ഷമായി എന്ന് പറഞ്ഞ പദത്തിന് ആകാശമെന്നും സ്വർഗമെന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് ഒന്നാം സ്വർഗമാണ് ഈ കാണുന്ന യൂണിവേഴ്സ്. 3-ാം സ്വർഗം കർത്താവിൻ്റെ പർദീസ. 2-ാം സ്വർഗം രണ്ടിനും ഇടയിലുള്ള 2-ാം സ്വർഗത്താണ് പിശാചിന്റെ തലസ്ഥാന നഗരി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കാണുന്ന പ്രപഞ്ചവും എല്ലാം, ഈ ഭൂമിയെല്ലാം അഗ്നിക്കിരയാകും. പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയും, അവിടെ കുഞ്ഞാടിന്റെ കല്യാണം, കാന്തയുടെ ഡിസ്ക്രിപ്ഷനൊക്കെ, പുത്തൻ യെരൂശലേമിന്റെ വർണ്ണനയൊക്കെ നമ്മൾ 21-ാം അധ്യായത്തിന്റെ അവസാന പകുതിയിലൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം 22-ാം അധ്യായത്തിൽ അടിമദാസന്മാർ കർത്താവിനെ ആരാധിക്കുന്നതും, പിന്നെ കർത്താവ്, ഞാൻ തിരിച്ചങ്ങ് 12-ാമത്തെ വാക്യത്തിലേക്ക് വരുക. 22-ന്റെ 12, വെളിപാട് 22-ന്റെ 12 ഞാൻ ഇതാ വേഗം വരുന്നു, കമ്മിങ് ക്വിക്ലി. അതിന് രണ്ടർത്ഥത്തിൽ എടുക്കാം. ഒന്ന്, കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞാണെങ്കിൽ കർത്താവിനെ സംബന്ധിച്ചുള്ള 1000 വർഷക്കാലം ഒരു ദിവസത്തെ പോലെ ഉള്ളൂ. അത് 2 പത്രോസ് 3-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലേ? 2 പത്രോസ് 3-ന്റെ 8 അല്ലേ? അവിടെ അത് സങ്കീർത്തനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന അവിടെ പത്രോസ് എടുത്ത് പറയുക. അതെ, 2 പത്രോസ് 3-ന്റെ 8, അത് 90-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. 90-ാം സങ്കീർത്തനത്തിന്റെ പ്രത്യേകത എന്താ? 90-ാം സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളുള്ളതിൽ 90-ാം സങ്കീർത്തന പ്രത്യേകത, ഇറ്റ് ഇസ് ദ ഓൾഡസ്റ്റ് സാം. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സങ്കീർത്തനം ഏതാ? 90-ാം സങ്കീർത്തനം. കാരണം എന്താ? അത് ആരാ എഴുതിയേ? 90-ാം സങ്കീർത്തനം മോശ എഴുതി. ദാവീദാണോ മോശയാണോ മുമ്പേ ജീവിച്ചിരുന്നേ? മോശ. അപ്പൊ അതുകൊണ്ട് ഓൾഡസ്റ്റ് സാം ഏതാന്ന് ചോദിച്ചാൽ സാം 90. മോശ എത്ര സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ മോശ എഴുതിയതായിട്ട് ഏറ്റവും വ്യക്തമായിട്ടുള്ളത് 90-ാം സങ്കീർത്തനമാണ്. വേറെ ചില സങ്കീർത്തനങ്ങളും കൂടെ മോശ എഴുതിയെന്ന് പറയപ്പെടുന്നുണ്ട് ചില ചരിത്ര ബൈബിൾ പണ്ഡിതന്മാർ. എന്നാലും 90-ാം സങ്കീർത്തനമാണ് മോശയുടേതെന്ന് നിസ്തർക്കമായിട്ട് പറയാവുന്ന ഒരു സങ്കീർത്തനം. അപ്പൊ ആ ഓൾഡസ്റ്റ് സാമില് 90-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യമാണ് ഇവിടെ നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ദൈവത്തെ സംബന്ധിച്ചോളം എന്താ? എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം. അതിന്റെ തൊട്ടടുത്ത വാക്യത്തില നമ്മൾ ആ വാക്യം ഈ അടുത്ത് ഞാൻ കോട്ട് ചെയ്തായിരുന്നു. ഒരു കാർട്ടൂണൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിനെ കളിയാക്കിക്കൊണ്ട് ആരോ ഒരു കാർട്ടൂണ് രചിച്ചത് എനിക്ക് അയച്ചു തന്ന കാര്യമൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ഒരാൾ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. പുള്ളി കൊച്ചുനാളില് ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറയുന്നു. മധ്യവയസ്കനായിട്ടും വൃദ്ധനായിട്ടും ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറയുന്നു. കർത്താവ് വേഗം വരുന്നു എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പം പുള്ളി ശവക്കല്ലറയിൽ ആയിരിക്കുന്നു. അപ്പം ഇതൊക്കെ വെറും ഉഡായിപ്പാണെന്ന് ആ ഒരു കാർട്ടൂണിസ്റ്റ് ഒരു കർത്താവിന്റെ ഈ വരവിനെ കളയാക്കിക്കൊണ്ട് ഒരു അക്രൈസ്തവനായ, അല്ലെങ്കിൽ ഇപ്പൊ നാമധേയ ക്രിസ്ത്യാനിയാണെന്ന് പോലും നമുക്കറിയത്തില്ല ആരും, അങ്ങനെയുള്ള ഒരു കർത്താവിന്റെ അവരവനെ കളിയാക്കിക്കൊണ്ട് ഇത് അത് എനിക്കൊരു മുസ്ലിം സുഹൃത്ത് എനിക്ക് അയച്ചു ഞാനത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത്
ഏഹ് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഈ വാക്യം ഓർമ്മ വന്നു. ഏതാ? 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് പറയുന്ന പോലെ താമസിക്കുന്നില്ല, നിങ്ങളൊക്കെ മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം കാത്തിരിക്കുന്നു. പക്ഷേ എങ്കിലും ഞാൻ പെട്ടെന്ന് ഞാനതങ്ങ് അയച്ചു കൊടുത്തില്ല, എന്ന് വെച്ചാൽ അതൊരു ആർഗ്യുമെന്റ് മാതിരി ആവാതിരിക്കാൻ വേണ്ടി. കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ട് ദൈവം എന്നെ ഒന്നുകൂടെ ഓർപ്പിച്ചു. അപ്പൊ ഞാൻ ഈ വാക്യം എഴുതിച്ചു കൊടുത്ത് പുള്ളി കൂടുതലൊന്നും പറഞ്ഞില്ല. എന്താ ഇവിടെ വായിക്കുന്നേ? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ഇറ്റ്സ് നോട്ട് ഡിലേയിങ്. ആരും നശിച്ചു പോകാതെ. ഓ, ദൈവത്തിന്റെ ഹൃദയം നമുക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, ആ ഹൃദയത്തിലെ സ്നേഹം. ഉം. കാൽവിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ദുരുപദേശ കൂട്ടങ്ങൾ പറയുന്നത് വെച്ചാൽ ദൈവം ചിലരെയൊക്കെ നരകത്തിനായിട്ട് മുൻനിയമിച്ചു എന്നൊക്കെയാണ്. പക്ഷെ അവരൊന്നും ഈ വാക്യം അവരുടെ ബൈബിളിലെ ബൈറ്റർ വെച്ച് വായിച്ചു കളഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ വാക്യം വെച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ അത് പറയാൻ പറ്റുന്നേ? ദൈവം ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ചിലര് അവരുടെ തോന്നിവാസം കൊണ്ട് അവര് യുനോ നരകത്തിലേക്ക് അവര് തന്നെ ചൂസ് ചെയ്തതാ. അല്ല, ദൈവം ആരെയും നരകത്തിലേക്ക് പോകാൻ മുൻനിയമിച്ചിട്ടൊന്നുമില്ല. ദൈവം നരകത്തിലേക്ക് പോകാൻ മുൻനിയമിച്ചു എന്ന ഒരു വാക്യവും ബൈബിളിൽ എവിടെയില്ല. ദൈവം മുന്നറിഞ്ഞവരെ മുൻനിയമിച്ചു എന്നാണ് നമ്മൾ റോമർ 8:29 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് മുന്നമേ അറിയാം. ഹി ഫോർ ന്യൂ ഹൂം ഹി ഫോർ ന്യൂ ഹി പ്രീഡിസ്റ്റൈൻഡ്. ദൈവത്തിന് മുന്നമേ അറിയാം ആരൊക്കെ കർത്താവിനെ ചൂസ് ചെയ്യും എന്നുള്ള കാര്യം. അതറിഞ്ഞ് കർത്താവ് നമ്മളെ മുൻനിയമിച്ചു കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് അനുരൂപപ്പെടാൻ വേണ്ടി എന്നാണ് നമ്മളവിടെ റോമർ 8:29 നമ്മൾ വായിക്കുന്നത്. ഈവൻ കൃപാപാത്രങ്ങളെക്കുറിച്ചും കോപപാത്രങ്ങളെക്കുറിച്ചും പറയുമ്പം റോമർ 9-ാം അധ്യായത്തിൽ ഇതൊരു പാരന്തസിസ് ആയിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. ഈ കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ ഇതുപോലെ ഈ ഒരു ചിലരെ ദൈവം എന്താ നരകത്തിലോട്ട് മുൻ നിയമിച്ചെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയാം, അങ്ങനെ ഒരു വചനം ഇല്ലല്ലോ. അപ്പൊ ഈ ഒരു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ എങ്കിലും നമ്മളുടെ ചെറുപ്പക്കാരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് പറയുവാണേ. റോമർ 9-ാം അധ്യായത്തില് 2 വേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. എന്താ അതിന്റെ 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുവാണെങ്കിൽ, എന്നാൽ ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല. എല്ലാവരും എത്തിയോ? റോമർ 9:22. 22. അപ്പം ദൈവം തന്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മളിൽ. അപ്പം നമ്മളെക്കുറിച്ച് പറയുന്നത് ദൈവം തന്നെ മുന്നൊരുക്കിയതാ തേജസ്സിനായിട്ട്, കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്താനായിട്ട് കരുണാപാത്രങ്ങളായിട്ടുള്ള വെസൽസ് ഓഫ് മേഴ്സി, കരുണാപാത്രങ്ങളായ നമ്മിൽ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 24-ാമത്തെ വാക്യം, തന്റെ തേജസ്സിന് ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്. അപ്പം ദൈവം നാശയോഗ്യമായ കോപപാത്രങ്ങളെ, അപ്പം ദൈവം ചിലരെ അങ്ങ് കരുണാപാത്രങ്ങളായിട്ട് അങ്ങ് മുൻനിയമിച്ചു, ചിലരെ കോപപാത്രങ്ങളായിട്ട് മുൻനിയമിച്ചു. നമുക്കിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ കോപപാത്രമായിട്ട് മുൻനിയമിച്ചില്ല. അങ്ങനെ വചനത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അത് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങൾ, വെസൽസ് ഓഫ് മേഴ്സി എന്ന് പറയുമ്പോൾ അവിടെ പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് ഫോർ ഗ്ലോറി. ദൈവം തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. നമ്മളെ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മളതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നു. എന്നാൽ വെസൽസ് ഓഫ് വ്രാത്ത്, കോപപാത്രങ്ങളെ കുറിച്ച് പറയുമ്പം എന്താ നമ്മളോട് വായിക്കുന്നേ? ഇംഗ്ലീഷിൽ 22-ാമത്തെ വാക്യത്തിൽ വരും, വാട്ട് ഇഫ് ഗോഡ് ഓൾദോ വില്ലിംഗ് ടു ഡെമോൺസ്ട്രേറ്റ് ഹിസ് wrath ആൻഡ് ടു മേക്ക് ഹിസ് പവർ നോൺ endured with much patience vessels of wrath prepared for destruction. മറ്റേ കരുണാപാത്രങ്ങളെ കുറിച്ച് വിച്ച് ഹി പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് ഫോർ ഗ്ലോറി എന്ന 23-ാമത്തെ വാക്യത്തില് ദൈവം കരുണാപാത്രങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ കോപപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ഷനെ പറയുന്നുള്ളൂ. ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? ദൈവം അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, അവര് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ, തന്റെ തേജസ്സിന് തന്നെ 24-ാമത്തെ വാക്യം മലയാളത്തില്, ഇംഗ്ലീഷിൽ അത് 22-ൽ വരും. വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ എന്ന് പറയുമ്പോൾ പ്രിപ്പയർഡ് ഫോർ ഡിസ്ട്രക്ഷൻ പറയുമ്പോൾ ദൈവം അവരെ ഡിസ്ട്രക്ഷനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ദൈവം ഒരാളെ നരകത്തിലേക്ക് അയക്കാൻ വേണ്ടി സൃഷ്ടിച്ചില്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഒരാൾ വേണമായിരുന്നു, അപ്പോൾ ഒരു യൂദാസ് ഇസ്കരിയോത്തിനെ അങ്ങ് സൃഷ്ടിച്ചു. അങ്ങനെയാണോ? അല്ല, ഒരിക്കലും അല്ല. യൂദാസ് ഇസ്കരിയോത്തും പത്രോസിനെയും പൗലോസിനെയൊക്കെ പോലെ ഏറ്റവും നല്ല അപ്പോസ്തലനായിട്ട് വരണമെന്ന് കർത്താവ് ആഗ്രഹിച്ച് ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള 12 പേരെ തെരഞ്ഞെടുത്തപ്പോൾ കർത്താവിനായിട്ട് തെറ്റും പറ്റിയില്ല. യൂദാസ് ഇസ്കരിയോത്തിനെയും തെരഞ്ഞെടുത്തു. ലൂക്കോസ് 6:16 നമ്മൾ വായിക്കുന്നത്. 16-ലാണോ 12-ലാണോ വായിക്കുന്നത്? ഹി ബിക്കെയിം എ ട്രൈറ്റർ. അവന് വഞ്ചകനായതുകൊണ്ട് ഒരു വഞ്ചകനെ വേണമല്ലോ എന്നെ ഒറ്റി കൊടുക്കാൻ, അതുകൊണ്ട് ഒരു വഞ്ചകനെയും കൂടെ എങ്ങനെ തെരഞ്ഞെടുത്തേക്കാം. അങ്ങനെയാണോ കർത്താവ് തെരഞ്ഞെടുത്തത്? ഒരിക്കലും അല്ല. കർത്താവ്
ആ, കർത്താവിനെ അറിയാം. ഒരാൾ വഞ്ചകനായി തീരും എന്നുള്ള കാര്യമൊക്കെ കർത്താവിനെ അറിയാം. സങ്കീർത്തന പുസ്തകത്തിൽ അതൊക്കെ മുന്നമേ പറഞ്ഞിട്ടുള്ള കാര്യമേ അവന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമൊക്കെ 16 ലൂക്കോസ് 6:16. ദ്രോഹിയായി തീർന്ന ഇസ്കാരിയോത്ത് യൂദ, ദ്രോഹിയായി തീർന്ന ഏ, ആ, ദ്രോഹിയായിരുന്ന യുദാസിനെ തിരഞ്ഞെടുക്കുന്നല്ല, ദ്രോഹിയായി തീർന്ന, ഹി ബിക്കെയിം എ ട്രൈറ്റർ. ഗിനോമൈ എന്നുള്ളൊരു ഗ്രീക്ക് പദം, ടു ബിക്കം എന്നാണ് അതിന്റെ അർത്ഥം. ഹി ബിക്കെയിം എ ട്രൈറ്റർ എന്നുള്ളൊരു കാര്യം. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ അവന് ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവൻ മുന്നമേ ഇതുപോലെ അവനങ്ങ് ചൂസ് ചെയ്യും, ഇവന് നാശത്തിലേക്ക് പോകും, നാശം തന്നെ ചൂസ് ചെയ്യും, തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമായിരുന്നു. അതിലൂടെ ആ പ്രവചനങ്ങളൊക്കെ നിറവേറി. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്താ? നമ്മളിപ്പം വായിച്ച 2 പത്രോസ് 3:9 ചിലർ താമസം എന്ന്. നമ്മൾ തിരിച്ച് എങ്ങോട്ട് എത്തി? നമ്മുടെ കറന്റ് ലൊക്കേഷൻ ഇവിടെ എത്തി. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? 2 പത്രോസ് 3 അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ച്? ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെടേണ്ട. എൻ്റെ കുഞ്ഞ്, ഓ ആ മോള്, ആ മോന്, ആ കുഞ്ഞ്, അവരും കൂടെ മാനസാന്തരപ്പെടണം, ഇവരും കൂടെ മാനസാന്തരപ്പെടണം. അയ്യോ എനിക്ക് ഇപ്പോഴേ വന്ന ഇപ്പോഴേ എങ്ങനെ ആയവിധി സംഭവിച്ച, അയ്യോ ഇവരൊക്കെ ലജ്ജിച്ച് പോകേണ്ടി വരും, ഇവരൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരും, ഇവർ സ്വർഗത്തിലാണെങ്കിൽ പോലും ഇവരൊരു യുനോ കർത്താവിൻ്റെ മുമ്പാകെ എൻ്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ ഇവരെല്ലാം ലജ്ജിച്ച് പോകേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നേരം എന്ന് പറഞ്ഞ് കർത്താവ് ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷിക്കപ്പെടുവാനായിട്ട്, അതാ നമ്മളിവിടെ 9-ാമത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം. അപ്പം കർത്താവിനെ സംബന്ധിച്ചുള്ള 1000 സംവത്സരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെ. അപ്പൊ അതുകൊണ്ട് ക്വിക്ക്ലി അവന് വെളിപാട് 22 നമുക്ക് വരാം. വെളിപാട് 22-ന്റെ 12-ാമത്തെ വാക്യം, കറന്റ് ലൊക്കേഷൻ ഇവിടെ എത്തി. വെളിപാട് 22-ന്റെ 12-ാമത്തെ വാക്യം, ഐ എം കമ്മിങ് ക്വിക്ക്ലി, ഞാൻ വേഗം വരുന്നു. അപ്പം വേഗം വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവിനെ സംബന്ധിച്ചോളം ഈ 2000 വർഷം എന്ന് പറഞ്ഞാൽ 2 ദിവസം പോലെയേ ഉള്ളൂ. ആ അർത്ഥത്തിൽ വേഗം കർത്താവ് വരുന്നത്. പിന്നെ കർത്താവ് വരുമ്പോ ഒരു അന്നനട മാതിരി ഇങ്ങനെ പതുക്കെ പതുക്കെ ഒന്നും അല്ല വരുന്നത്, പെട്ടെന്നായിരിക്കും വരുന്നത്. തിടിയുന്നായിരിക്കും. എല്ലാം കൂടെ വാനമേഘത്തിൽ വെളിപ്പെടുന്നു, നമ്മളെ രൂപാന്തരപ്പെടുന്നു, എടുക്കപ്പെടുന്നു. കർത്താവ് ഇങ്ങനെ വന്ന് ആ അർമഗദോൻ യുദ്ധം, ഇത് ക്രിസ്തുവിനെയും സൈന്യങ്ങളെയൊക്കെ നാമാവശേഷമാക്കുന്നു, രക്തപ്പൊഴി ഒഴുകുന്നു, അവിടെ കർത്താവ് വന്ന് കാല് ചവിട്ടുന്നു, ഒലിവുമല രണ്ടായിട്ട് പിളർക്കുന്നു, രാജ്യത്വം സ്ഥാപിക്കുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു. ഓ ഇതെല്ലാം പെട്ടെന്ന് കാര്യം എല്ലാം കഴിഞ്ഞു. അതെ, ഐ എം കമ്മിങ് ക്വിക്ക്ലി, വരുമ്പോൾ പെട്ടെന്നായിരിക്കും. പിന്നെ വരുന്നതിന്റെ ഡിലേ അല്ല, അത് കർത്താവിന്റെ സമയത്ത് ദൈവം അത് വരും. കർത്താവിന് ഈ ഭൂമിയിലായിരുന്നപ്പം കർത്താവിന്റെ 2-ാമത്തെ വരവിന്റെ ദിവസം കർത്താവിനെ അറിയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് തന്നെ ഒഴിച്ച് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ടാണ് വന്നത്. പിതാവ് പരിശുദ്ധാത്മാവിനോട് വെളിപ്പെടുത്തി വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ മാത്രമേ കർത്താവിനെ അറിയത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പം കർത്താവ് യുനോ കർത്താവ് സർവജ്ഞാനിയായ ദൈവമായിട്ട് കർത്താവ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നു. കർത്താവ് ഭൂമിയിലായിരുന്നപ്പം കർത്താവ് പരിമിതിയുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിച്ച് ദൈവം തന്നെ ആയിരുന്നു എന്ന തന്നെ ഒഴിച്ചൊരു മനുഷ്യനായിട്ടാണ് കർത്താവ് ജീവിച്ചത്. ഇന്ന് സ്വർഗത്തിൽ കർത്താവ് സർവശക്തനായ സർവജ്ഞാനിയായ ദൈവമായിട്ട് ഇന്ന് ആ മനുഷ്യത്വവും കർത്താവ് റീറ്റെയിൻ ചെയ്യുന്നു. അപ്പം കർത്താവ് ഇന്ന് സർവജ്ഞാനിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നിട്ടുള്ള കർത്താവിനും ഈ കർത്താവിന്റെ 2-ാമത്തെ വരവിന്റെ ഡേറ്റ് ഇപ്പോഴും കർത്താവിനെ അറിയത്തില്ല എന്നുള്ള അതൊക്കെ ബ്ലാസ്ഫെമിയാണ്. ഇന്ന് കർത്താവ് സർവജ്ഞാനി. തിരിച്ച് കർത്താവ് പുനരുദ്ധാനം ചെയ്ത കർത്താവ് ഒരു മരിച്ച് മണ്ണടിഞ്ഞ് പറഞ്ഞാൽ കല്ലറയിൽ വെച്ച് പുനരുദ്ധാനം ചെയ്ത കർത്താവ് സർവശക്തനായ സർവജ്ഞനായ കർത്താവായിട്ട കർത്താവ് പുനരുദ്ധാനം ചെയ്തത്. അപ്പോ എന്താ നമ്മൾ പറഞ്ഞു വരുന്നേ? കർത്താവിന് ഇപ്പോൾ കർത്താവിന്റെ വരവിന്റെ ഡേറ്റും സെക്കൻഡും ഒക്കെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴും കർത്താവിനെ അറിയത്തില്ലെന്നും ചില സഹോദരങ്ങൾ അങ്ങനെ പറയും. ഇപ്പോഴും ചിലപ്പം കർത്താവിനെ അറിയത്തില്ലായിരിക്കും. കർത്താവ് ഭൂമിയിലായിരുന്നപ്പം അങ്ങനെ പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ സർവജ്ഞനായിട്ടുള്ളൊരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നതെന്ന് പറയേണ്ടി വരും. കർത്താവ് സർവജ്ഞനായ കർത്താവ് യേശുവായിട്ട് തന്നെ കർത്താവ് അവിടെ സ്വർഗത്തിലായിരിക്കുന്നു. അപ്പം അത് നമ്മളോട്, ഐ എം കമ്മിങ് ക്വിക്ക്ലി, മൈ റിവാർഡ്, എൻ്റെ പ്രതിഫലം. അത് ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം, അവനവന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള മോട്ടീവ് എല്ലാം, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യം, ആ മനോഭാവം എല്ലാം ആ പ്രവൃത്തിയിൽ വരും. ആ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാന് നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ, പരസ്യ ജീവിതത്തിലുള്ള പ്രവൃത്തികൾ എന്തുകൊണ്ട് നമ്മളത് ചെയ്തു? നമ്മൾ ഫൈനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ ഓർക്കുന്നുണ്ടോ? കർത്താവ് വരുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ 2 ക്വസ്റ്റ്യൻസാ ഉള്ളത്.
നമ്മളെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഉറപ്പായിട്ട് രണ്ട് ക്വസ്റ്റിനേ ഉള്ളത്, രണ്ടും അങ്ങ് നമുക്ക് ഓൾറെഡി ഇങ്ങ് തന്നെന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമായി പരീക്ഷ അല്ലേ. ഇവിടെ കർത്താവ് എത്ര നല്ല എക്സാമിനറാണ്. അതുകൊണ്ട് ഓൾറെഡി ആ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നു. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എന്താ 1 കൊരിന്ത്യർ 4-ന്റെ 5-ാമത്തെ വാക്യത്തില് രണ്ട് കാര്യങ്ങളാ അന്ന് വെളിപ്പെടുന്നത്. ഒന്ന്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത്, അത് ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്, അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, നമ്മളുടെ വേറെ ആർക്കും അറിയാത്ത നമ്മളുടെ വ്യക്തിപരമായ ജീവിതം, നമ്മളെ തന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളുടെ ചിന്തകളും മനോഭാവങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും എല്ലാം അതാ ഇരുട്ടിൽ മറഞ്ഞ പ്രൈവറ്റ് ലൈഫ്, പ്രൈവറ്റ് പേഴ്സണൽ ലൈഫ്, സ്വകാര്യ ജീവിതം, വ്യക്തിപരമായ സ്വകാര്യ ജീവിതം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതും വെളിച്ചത്താക്കി. പിന്നെ നമുക്ക് എന്താ ഉള്ളത് വെച്ചാൽ നമ്മുടെ പബ്ലിക്കായിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പം പ്രസംഗിക്കുന്നു, പാട്ട് പാടുന്നു, നമ്മൾ പല കാര്യങ്ങളൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ കർത്താവിന് അവിടെ അറിയേണ്ടത് എന്താ, പരസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു, ഇവന്റെ ഉദ്ദേശം എന്തായിരുന്നു, ഇവനത് ചെയ്യുമ്പോൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്, പക്ഷേ ഇതിനു വേണ്ടി അവൻ ചെയ്ത് ഇവനെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണോ, അതോ കർത്താവിനുള്ള സ്നേഹത്തില്, കർത്താവിനുള്ള സ്നേഹത്തിന്റെ ശക്തിയിൽ കർത്താവിന്റെ നാമത്വത്തിനായിട്ടാണോ ചെയ്തത്? ഇരുട്ടിൽ പറഞ്ഞിരിക്കുന്ന ഇത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെയും വെളിപ്പെടുത്തും. നമ്മൾ പരസ്യമായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നില് എന്താ, ഹൃദയത്തിലുള്ള ആലോചനകൾ എന്തായിരുന്നു, ദ മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട്. ആലോചനകൾ എന്നുള്ളത് ഇംഗ്ലീഷിൽ മോട്ടീവ്സ് എന്നാ. അപ്പൊ പിന്നെ ഗ്രീക്കിൽ എന്താണ് നമ്മൾ നോക്കണമല്ലോ. ബൂളി എന്ന് പറഞ്ഞൊരു പദമാണ്. ബൂളി എന്ന് പറഞ്ഞ പദത്തിന് കൗൺസിൽ, പേർപ്പസ്, ഉദ്ദേശ്യം, ആലോചന എന്നൊക്കെ അർത്ഥമുള്ളൊരു പദം ഉപയോഗിക്കുന്നത്. അപ്പൊ ഹൃദയത്തിന് ആലോചനകളെയും ഹൃദയത്തിന് ഉദ്ദേശ്യങ്ങളെയും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചത്താക്കി ഹൃദയത്തിലെ ആലോചനകളെയും ഉദ്ദേശ്യങ്ങളെയും, ആലോചനകൾ, നമ്മുടെ ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തേ, നമ്മൾ ദൈവമഹത്വത്തിനായിട്ടാണോ ചെയ്തേ, ഓരോ കാര്യങ്ങൾ ചെയ്തേ എന്നുള്ള കാര്യം വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. ആ പുകഴ്ച ലഭിക്കുന്നതിനെ കുറിച്ച് നമ്മളിപ്പം പ്രതിഫലം എൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രതിഫലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതാ പറഞ്ഞു നിർത്തിയത്. നമ്മൾ സ്വർഗ്ഗത്തിലുള്ള ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് നമ്മൾ കണ്ടു. നമ്മളൊരു സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വാക്യമൊക്കെ എടുത്തു, ഓർമ്മയുണ്ടോ? 73-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യം, ആസാഫിന്റെ സങ്കീർത്തനത്തിലെ അവസാനത്തെ വാക്യം എന്താ പറയുന്നത്? ദ നിയർനെസ് ഓഫ് ഗോഡ് ഇസ് മൈ ഗുഡ്. കർത്താവിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും വിലപ്പെട്ടത് എന്താന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു തന്നെ സ്വർഗത്തിലെ ഏറ്റവും വിലപ്പെട്ടത്, യേശു കർത്താവ് തന്നെ. അപ്പം ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്തോ മണിമാളിക കിട്ടുന്നതോ ഏതോ കിരീടങ്ങൾ കിട്ടുന്നതൊന്നുമല്ല. അതൊക്കെ ആലങ്കാരിക പദപ്രയോഗങ്ങൾ മാത്രമാണ്. ഇന്ന് നമുക്ക് മണിമാളികയും കിരീടവും ഒക്കെ കുറച്ച് വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഈ ഒന്നും തന്നെ ഒരു ബുദ്ധിയുള്ള നമുക്ക്, ഈ ജഡിക മനുഷ്യരായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഒന്ന് കത്താൻ വേണ്ടി ദൈവം ചില അലങ്കാര പ്രയോഗങ്ങളൊക്കെയാണ്, ഈ കിരീടം കിട്ടും അല്ലെങ്കിൽ അവിടെ വാസസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താ, യേശു ക്രിസ്തു തന്നെയാണ് നിന്റെ പ്രതിഫലം. നമ്മൾ ആ വാക്യം കണ്ടു. എവിടെ? ദൈവം തന്നെയാണ് നിന്റെ പ്രതിഫലം എന്ന് എവിടെ എബ്രഹാമിനോട് ദൈവം പറഞ്ഞു? എവിടെ പറഞ്ഞു? ഉൽപ്പത്തി, ജെനസിസ് 15. ഉൽപ്പത്തി 15-ലേക്ക് നമുക്ക് പോകാം. നമ്മൾ അത് പറഞ്ഞൊക്കെയായിരുന്നു നിർത്തിയ കഴിഞ്ഞ ആഴ്ച. നമ്മൾ വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഓർമ്മയില്ലല്ലോ അല്ലേ. ജെനസിസ് ഉൽപ്പത്തി 15-ന്റെ 1-ാമത്തെ വാക്യം നമ്മൾ അവിടെ കണ്ടേ. അവിടെ അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അവിടെ നന്നായിട്ടുണ്ട്. എന്നാൽ NASB ട്രാൻസ്ലേഷൻ അത്ര പോരാ. എന്നാൽ KJV നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ? എബ്രഹാമിനോട് പറയുക അതിന്റെ ശേഷം എന്ന് പറയുമ്പം ഏതിന്റെ ശേഷമാ? ലോത്തിനോട് ഇബ്രാഹിം വഴക്കിടാൻ നിന്ന്, ലോത്ത് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ സോദോമിന്റെ ആ വലിയ പച്ചപ്പുള്ള സ്ഥലമൊക്കെ കണ്ടിട്ട് ലോത്ത് പറഞ്ഞു, ഓ എനിക്ക് അത് വേണം, എനിക്ക് ആ സ്ഥലം വേണം. ദൈവം യഥാർത്ഥത്തിൽ ഇബ്രാഹിമിനെ വിളിച്ചിരുന്ന, ലോത്തും കൂടെ അങ്ങ് കയറി കൂടിയെന്നേ ഉള്ളതേ ഉള്ളൂ. പക്ഷേ അമ്മാവനായിട്ടുള്ള ലോത്ത് അനന്തരവനായിട്ടുള്ള അമ്മാവനായിട്ടുള്ള ഇബ്രാഹിം അനന്തരവനായിട്ടുള്ള ലോത്തിനോട് എന്നെ ദൈവം വിളിച്ച്, നിനക്ക് എന്താ അവകാശം, നീ കൊച്ചു ചെറുക്കൻ ഇറങ്ങിപ്പോ, തിരിച്ച് വീട്ടിലോട്ട് പോയിക്കോ, ഓടിക്കോയ്ക്കോ എന്ന് പറഞ്ഞില്ല. മറിച്ച് നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ അങ്ങ് എടുത്തു. നമ്മളുടെ സെർവൻസ്, വേലക്കാർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഏതാ സ്ഥലം എന്ന് വെച്ചാൽ നീ അങ്ങ് എടുത്തു, ഞാൻ അതിന് ബാക്കിയുള്ളത് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അവനൊരു ഈ ഭൂമിയുടെ കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു അള്ളിപ്പിടുത്തമില്ലായിരുന്നു. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മള് ഉൽപ്പത്തി 13-ലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 13-ലല്ലേ? അതെ. ഉൽപ്പത്തി 13-ലാ നമ്മള് 13-ന്റെ 11 ലോട്ട് ചോസ് ഫോർ ഹിംസെൽഫ്. ലോത്ത് യോർദാൻ അക്കരെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു, തനിക്കായിട്ട് തിരഞ്ഞെടുത്തു എന്ന് ഇംഗ്ലീഷ് എഴുതി. ചോസ് ഫോർ ഹിംസെൽഫ്, അവനായിട്ട് തന്നെ അവനങ്ങ് തിരഞ്ഞെടുത്തു. ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളും ഇങ്ങനെ സൊദോം ഗൊമോറോ
അവിടെയൊക്കെ വലിയ വെൽ വാട്ടേഡ്. അതാ അതിന്റെ 10ാമത്തെ വാക്യം നോക്കുവാണെങ്കിൽ, അപ്പോൾ ലോത്ത് നോക്കി. 13:10 ഞാൻ പറയുന്നത്. ഞാൻ എന്തേ പറഞ്ഞു വെച്ചാൽ, എബ്രാഹിമിനോട് എപ്പോഴാ ദൈവം പറയുന്നത് ഞാനാണ് നിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, ഒന്ന് 13ാം അധ്യായം, പിന്നെ 14ാം അധ്യായം. 14ാം അധ്യായത്തിലും എബ്രാഹിം ലോത്തിനെ രക്ഷിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം 13ാം അധ്യായത്തിൽ തന്നെ ആ ലോത്തിനോടുള്ള മനോഭാവം, നീ വെച്ചാൽ പ്രായത്തിൽ ഏറ്റവും ചെറിയ ആളാ. അപ്പൊ നീ ഈനോ ഇന്നലെ കിളത്തെ മഴയിൽ വന്ന മുട്ടയിൽ നിന്ന് വിരിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെയൊക്കെ അവകാശമുള്ളതെന്നും പറഞ്ഞ് എബ്രാഹിം അവിടെ ഞെളിഞ്ഞു നിന്നില്ല. മറിച്ച്, എന്താ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ എടുത്തോല്ലേ, പ്ലീസ് ലെറ്റ് ദേർ ബി നോ സ്ട്രൈഫ് ബിറ്റ്വീൻ യു ആൻഡ് മീ. എവിടാ? 8ാമത്തെ വാക്യം 13ന്റെ ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 13. ആ ഒരു പോർഷൻ പറയുമ്പോൾ ആ പോർഷൻ പെട്ടെന്ന് എടുക്കണം. ഉൽപ്പത്തി പുസ്തകം 13ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ലെറ്റ് ദേർ ബി നോ സ്ട്രൈഫ്. നമ്മൾ തമ്മിൽ വഴക്കൊന്നും വേണ്ട. നമ്മൾ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇറങ്ങി തിരിച്ചു വരാം, ദൈവനാമം ധരിക്കുന്നവരാ. നമ്മൾ തമ്മിൽ എന്തോതിനാ വഴക്ക്? നമ്മൾ എന്തോതിനാ കോമ്പറ്റീഷൻ, മത്സരം? ആരാണ് വലിയവൻ, ആരാണ് രാജാവ്? 8ാമത്തെ വാക്യം, അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുത്. എന്നാൽ സഹോദരന്മാരല്ലോ, നമ്മളെ സഹോദരന്മാരല്ലേ. അമ്മാവനും മരുമോനും അമ്മാവനും അനന്തരവനെങ്കിലും അവര് എബ്രഹാമിന്റെ ആ ഒരു താഴ്മ നമ്മളിവിടെ കാണുന്നത്. നമ്മൾ സഹോദരൻ, നമ്മൾ ഈക്വൽസ് അല്ലേ, നമ്മള് സുഹൃത്തുക്കളല്ലേ, ദോസ്തുകളല്ലേ എന്ന് പറയുന്ന ആ ഒരു വി ആർ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ് 10ാമത്തെ വാക്യം, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അക്കരെയുള്ള പ്രദേശം നോക്കി നീരോട്ടം ഉള്ളതെന്ന് കണ്ടു. അവിടൊക്കെ നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ എല്ലാം ഒന്ന് നോക്കി വെച്ച്, യഹോവ സോദോമിനെയും ഗൊമോരയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. സോവർ ഒരു മിസ്രയീം ദേശം പോലെ, അതുപോലെ ഫലഭൂയിഷ്ടമുള്ള ഗാർഡൻ ഓഫ് ദ ലോർഡ്, യഹോവയുടെ തോട്ടം പോലുള്ള സ്ഥലമായിരുന്നു ഈ സോദോമും ഗൊമോറയും. അതാ പിന്നെ തീയും ഗന്ധകവും ഒക്കെ അയച്ച് ദൈവം നശിപ്പിക്കേണ്ട വന്നത്. അപ്പോൾ അതൊക്കെ നല്ല കിട്ടിയ അവസരം മുതലാക്കി ലോത്ത് അങ്ങ് തിരഞ്ഞെടുത്തു. ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊക്കെ അങ്ങ് എടുത്തോളാം, കമന്ന് വീണ കാൽപ്പണം എന്ന് പറഞ്ഞതുപോലെ അതെ അതെല്ലാം കൂടെ അങ്ങ് എടുത്തോളാം. ആ, അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവം 14ാമത്തെ വാക്യത്തില് ലോത്ത് എബ്രാഹിമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ എബ്രാഹിമിനോട് അരുളി ചെയ്ത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ നീ നോക്കുക, അതെല്ലാം നിനക്കാ. ഓൾ ദ ലാൻഡ് വിച്ച് യു സീ ഐ വിൽ ഗിവ് ഇറ്റ് ടു യു ആൻഡ് ടു യുവർ ഡിസെൻഡൻസ് ഫോർ എവർ. നിനക്ക് നിന്റെ സന്തതി പരമ്പരയ്ക്കും. ആ എബ്രാഹിമിന് വിശ്വസ്തത കാരണമാണ് ഇന്നും ഇസ്രായേൽ ജനം, അവിടെ ഇസ്രായേൽ, നമ്മുടെ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ജനം, അവർക്ക് ഓഫ്കോഴ്സ് പല കുറവുകളും കാര്യങ്ങളും ഉണ്ട്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പൊന്നുമില്ല. എങ്കിലും ആ എബ്രഹാമിനോട്, അവരുടെ ആ അപ്പനോടുള്ള വിശ്വസ്തത ദൈവം കാത്തു സൂക്ഷിച്ച് അവരെയും ദൈവം ഇന്ന് ഒരു ശേഷിപ്പിനെ, അവിടെ ഒരു ദൈവഭക്തി ഇല്ലാത്ത ഒത്തിരി യഹൂദന്മാരുണ്ട്. എന്നാൽ ക്രിസ്തു വിരോധികളായിട്ടുള്ള ഒത്തിരി യഹൂദന്മാരൊക്കെ ഉണ്ട്. എങ്കിലും ദൈവഭക്തരായ, ദൈവഭയമുള്ള, യഹോവയായ ദൈവത്തെ ഭയഭക്തിയോടെ നോക്കി ശുശ്രൂഷിക്കുന്ന, ആരാധിക്കുന്ന, പഴയ നിയമപ്രകാരം ജീവിക്കുന്ന ദൈവഭക്തരായ ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടെന്ന നമ്മൾ വചനത്തിൽ റോമർ 11ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഡിസനൻസ് ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ എബ്രഹാമിൻ ലോത്തിനെ രക്ഷിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പല സൈന്യങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കുന്ന കാര്യമൊക്കെ വായിക്കുന്നു. അപ്പോഴും എബ്രഹാമിന് വേണമെങ്കിൽ ആ രാജാക്കന്മാരുടെ അടുത്തുനിന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളെല്ലാം തനിക്കായിട്ട് എടുക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് മെൽക്കിസദേക്ക്, യേശുവിന്റെ പ്രതിരൂപമായിട്ട് മെൽക്കിസദേക്ക് എന്ന് പറഞ്ഞൊരു രാജാവ് പുരോഹിതനുമായവനെ നമ്മളവിടെ കാണുന്നത്. അവിടെ മെൽക്കിസദേക്ക്, ഇത് ദൈവം നിനക്ക് തന്നേ, ദൈവത്തിന് സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് അവനൊരു പ്രവചന ശബ്ദമൊക്കെ കൊടുത്ത് അങ്ങ് ഡിസപ്പിയർ ചെയ്യുന്നു, മറഞ്ഞു പോകുന്നു. അപ്പൊ ഞാനൊന്നും എടുക്കത്തില്ല എന്ന് അവൻ പറയുന്ന കാര്യം, ഐ വിൽ ടേക്ക് നത്തിങ് എക്സെപ്റ്റ്. ഇവിടെ ബാല്യക്കാർക്ക് ആഹാരം കഴിക്കേണ്ട കാര്യം 24ാമത്തെ വാക്യം എവിടെ ഞാൻ പറയുന്നത്? ജെനസിസ്, ഉൽപ്പത്തി പുസ്തകം. ദൈവം നമുക്ക് പ്രതിഫലമാകുന്നതിനെ കുറിച്ച് പറഞ്ഞു വരുന്നേ. എപ്പോഴാണ് നമുക്ക് ദൈവം പ്രതിഫലമാകുന്നത്? നമ്മൾ പ്രതിഫലം തരാൻ വേണ്ടി കർത്താവ് വരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. അപ്പം എന്താ ഈ പ്രതിഫലം? കർത്താവ് തന്നെ നമ്മുടെ പ്രതിഫലം. അപ്പൊ 14:24, ഉൽപ്പത്തി 14:24, ബാല്യക്കാർ ഭക്ഷിച്ചത് എന്നോടുകൂടെ വന്ന അനീർ, എസ്കേൽ, മമ്രേ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. അവര് ഇവിടെ കൂടെ വന്നവർക്കൊക്കെ ഉള്ള ഒരു കൂലിയും അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും അത് മതി, അല്ലാതെ ഞാനായിട്ടൊന്നും എടുക്കത്തില്ല. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾക്കൊന്നും തന്നില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ളത് അവരെ എടുത്തുകൊള്ളട്ടെ. ഐ വിൽ ടേക്ക് നത്തിങ്, ഞാൻ എനിക്കായിട്ടൊന്നും എടുക്കത്തില്ല. 23ാമത്തെ വാക്യം, എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ അത്യുന്നതനായ ദൈവത്തിന്റെ യഹോവയുടെ കൈയുയർത്തി സത്യം ചെയ്യുന്നു എന്നൊക്കെ ആ മെൽക്കിസദേക്ക് പറഞ്ഞ വാക്കുകൾ തന്നെ കോട്ട് ചെയ്തുകൊണ്ട്, ഉദ്ധരിച്ചുകൊണ്ട് അവിടെ എബ്രഹാം പറയുന്നത്. പിന്നെ അതിന്റെ തൊട്ടടുത്ത വാക്യമാണ് 15ാം അധ്യായത്തിന് 1ാമത്തെ വാക്യത്തിലാണ്. അപ്പൊ ഈ ഒരു എബ്രഹാമിന് ഈ ഒരു എന്തിനാ പറയുന്നത്, സ്ഥലത്തോട് ഉള്ള അത്യാർത്തിയൊന്നുമില്ല. പിന്നെന്താ, പിന്നെ ഈ വസ്തുവകളോടൊക്കെ
ആ ഒരു വസ്തുതകളെല്ലാം വിട്ടുപിരിയുന്നില്ല, നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയത്തില്ലെന്നാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ലൂക്കോസ് 14:33. വസ്തുക്കൾ വിട്ടുപിരിയണമെന്ന് വെച്ചാൽ നമ്മളെല്ലാം കൂടെ എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്നല്ല, മറിച്ച് എല്ലാം കർത്താവിനുള്ളതാണ്. കർത്താവ് അവിടുന്ന് എന്താണ് പറയുന്നത് അതുപോലെ ഞാൻ അതിനായിട്ട് എല്ലാം ഓപ്പൺ പാംസിൽ വെക്കുന്നു, തുറന്ന കരങ്ങളിൽ വെക്കുന്നു. കർത്താവ് എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ, സഹായിക്കേണ്ട കാര്യങ്ങളെല്ലാം സഹായിക്കാനായിട്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടും കർത്താവ് എൻ്റെ എല്ലാ പൊസിഷൻസും എല്ലാം അങ്ങേക്കുള്ളതാണ്. അവിടുന്ന് എന്താണോ ഇങ്ങനെയാണോ യഥേഷ്ടം അവിടുന്ന് ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴാണ് ദൈവം എന്താ പറയുന്നത്, ഞാനാ നിന്റെ പ്രതിഫലം. അത് നമ്മൾ ഈ 15-1 വാക്യം. അതിന്റെ ശേഷം എബ്രാഹിമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, കണ്ടോ, ഉൽപ്പത്തി 15:1 ഉൽപ്പത്തി 15:1 എന്താ നമ്മൾ വായിക്കുന്നത്? എബ്രാമി. അപ്പോഴേ എബ്രഹാം ഒന്നും ആയില്ല, എബ്രാം എന്നുള്ള വാക്യേ ഉള്ളൂ. പിന്നെ എബ്രഹാം എന്നുള്ള പേര് ദൈവം കൊടുക്കുന്നത്. എബ്രാമി, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഞാൻ തന്നെ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഐ ആം യുവർ ഐ ആം ദ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ് എന്ന KJV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ NASB യുവർ റിവാർഡ് വിൽ ബി വെരി ഗ്രേറ്റ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കുന്നത്. നിനക്ക് വലിയ പ്രതിഫലം ഉണ്ടാകും എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആ പരിഭാഷ അത്ര അങ്ങ് പോരാ. യഥാർത്ഥത്തിൽ ദൈവം പറയുന്നത് ഞാൻ തന്നെ നിന്റെ അതിമഹത്തായ പ്രതിഫലം. KJV എഴുതിയിരിക്കുന്ന പോലെ KJV അങ്ങനെ തന്നെയാണ് എൻ്റെ ഓർമ്മ ഒന്നുകൂടെ നോക്കണം. ഐ ആം ദ ഐ ആം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. നമ്മളുടെ ജീവിതത്തിലെ പ്രതിഫലം എന്താ? നമ്മൾ കർത്താവ് വരുമ്പോൾ എന്ത് പ്രതിഫലമാണ് നമ്മൾ നോക്കി പാർക്കുന്നത്? എനിക്ക് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയ കിരീടമൊക്കെ കിട്ടും, എനിക്ക് വലിയ വലിയ നീതിയുടെ കിരീടവും ജീവന്റെ കിരീടവും. അത് എന്താ? ഹി വിൽ ക്രൗൺ അസ് വിത്ത് ക്രൗൺ ഓഫ് ലൈഫ്, ക്രൗൺ ഓഫ് റൈച്ചസ്നസ് എന്ന് പറയുമ്പോൾ ഹി വിൽ ക്രൗൺ അസ് വിത്ത് ലൈഫ്. കർത്താവ് നമുക്ക് ജീവൻ കർത്താവിന്റെ ജീവൻ, ആ തേജസ്, കർത്താവിന്റെ നാം എത്രമാത്രം വിശ്വസ്തരായിരുന്ന കർത്താവിന്റെ ഒരു തേജസ് നമുക്ക് ആത്മാവിലുണ്ടോ, അതിന്റെ പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ഒരു തേജസ് ആയിരിക്കും, അതിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു തേജസ് ആയിരിക്കും അന്ന് നമുക്ക് ആ ഒരു കർത്താവിന്റെ സ്വഭാവവും തേജസ്സും കർത്താവിനോടുള്ള ഒരു അടുപ്പവും. അവിടെ കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നവരുണ്ട്, സ്വർഗത്തിൽ തന്നെ ആണെങ്കിൽ പോലും കർത്താവിനോട് ഒത്തിരി ദൂരെ ആയിരിക്കുന്നവരുമുണ്ട്. അത് നമ്മുടെ അറിവിന്റെ ബേസിസിലോ നമ്മുടെ ശുശ്രൂഷയുടെ വലിപ്പത്തിന്റെ ബേസിസിലോ ഒന്നും അല്ല, മറിച്ച് ദൈവം നമുക്ക് തന്ന വെളിച്ചത്തിനനുസരിച്ച് നമ്മളുടെ വിശ്വസ്തത. നമുക്ക് കൂടുതൽ വെളിച്ചവും കൂടുതൽ താലന്തും കിട്ടിയവനോട് കൂടുതൽ ദൈവം ചോദിക്കും. 5 താലന്ത് കിട്ടിയവൻ ഞാൻ 1 താലന്തും കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, അതല്ല, നീ 5 താലന്തും കൂടെ കൂട്ടണ്ടായിരുന്നു, നിനക്ക് 5 താലന്താ തന്നേ. പക്ഷേ വേറെ 1 താലന്ത് കിട്ടിയവൻ 1 താലന്ത് കൂട്ടിയ അവനായിരിക്കും കൂടുതൽ പ്രതിഫലം. 5 താലന്ത് കിട്ടിയവനും 1 താലന്തേ കൂട്ടിയുള്ളൂ. അപ്പൊ നിനക്ക് ഇത്രയും കിട്ടിയിട്ട് നീ അത്രയല്ലേ ഉള്ളൂ. നമുക്കറിയാം, നമ്മള് 1000 രൂപ നമ്മുടെ 2 മക്കൾക്ക് ഒരാൾക്ക് 1000 രൂപ കൊടുത്തയക്കുന്നു, സാധനം വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരാൾക്ക് 10 രൂപ കൊടുത്തയക്കുന്നു. രണ്ടുപേരുടെ ഇത് നമ്മൾ ഒരേപോലുള്ള കാര്യം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അന്യായമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് ദൈവം പലർക്കും അതുകൊണ്ട് നമ്മൾ വേറെ ആരും കമ്പയർ ചെയ്ത് ഞാൻ അവരെക്കാട്ടിലൊക്കെ മെച്ചമാന്ന് പറഞ്ഞാൽ ദൈവത്തിനാണെങ്കിൽ മുമ്പന്മാരും മുമ്പന്മാരും ഒക്കെ ആയിരിക്കും. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വെളിച്ചത്തിനനുസരിച്ച് നമുക്ക് സഭയിലെ നമുക്ക് ഓരോ സാഹചര്യങ്ങളിലും ഓരോ വചനത്തിലൂടെയൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വെളിച്ചം, കർത്താവിനെ കുറിച്ചുള്ള ആ വെളിച്ചത്തോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ് അതിനനുസരിച്ചായിരിക്കും പ്രതിഫലം. അത് എന്തോ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്വാർത്ഥപരമായിട്ടുള്ള ഒരു നെട്ടോട്ടമല്ല, മറിച്ച് കർത്താവെ അവിടുത്തെ ഹൃദയത്തെ എനിക്ക് സന്തോഷിപ്പിക്കണം. അവിടുന്ന് ഇന്ന് സത്യാരാധകരെ അന്വേഷിക്കുന്ന പിതാവ്, സത്യാരാധകരെ, ഗോഡ് ഇസ് ഫാദർ ഇൻ ഹെവൻ ഇസ് സീക്കിംഗ് ഫോർ ട്രൂ വർഷിപ്പേഴ്സ് ഹു വിൽ വർഷിപ്പ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരെയാണ്, സത്യാരാധകരെ ദൈവം അന്വേഷിക്കുന്ന ആ ഒരു കാര്യമായിരുന്നു ഇന്നലെ സാങ്ക് ബെർമേനായിട്ട് ആ മീറ്റിംഗിൽ പറഞ്ഞത്. അപ്പോൾ അതാ ദൈവത്തിന്റെ ആഗ്രഹം. കർത്താവിന്റെ പിതാവിന്റെ ഹൃദയത്തിലെ ആ ഒരു ആഗ്രഹം കണ്ട് നമ്മളും കർത്താവേ അങ്ങേ എനിക്ക് അതുപോലെ ആരാധിക്കണം, അങ്ങേക്കായിട്ട് ജീവിക്കണം. സാങ്ക് ബെർ അത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയും. നമ്മളിപ്പം യോഹന്നാൻ 4:23 ആ വാക്യം പറഞ്ഞു, ഫാദർ സീക്സ് ഫോർ സച്ച് ട്രൂ വർഷിപ്പേഴ്സ്. യഥാർത്ഥ സത്യ ആരാധകരെ, സത്യമായിട്ടുള്ള സത്യ നമസ്കാരികളിൽ നിന്ന് നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത്, എങ്കിലും സത്യ ആരാധകരെ, വർഷിപ്പ് എന്നുള്ള പ്രോസ്കിനിയോ എന്നുള്ളൊരു ഗ്രീക്ക് പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സത്യ ആരാധകരെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, പരിഭാഷപ്പെടുന്നത് കുറച്ചുകൂടെ ഉത്തമമായിട്ടുള്ളത്. അപ്പം സത്യ ആരാധകർ, ഇപ്പം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹം അവിടെ പിതാവിന്റെ, നമ്മുടെ സ്വർഗത്തിന്റെ അപ്പച്ചനായിട്ടുള്ള നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ആഗ്രഹം, അല്ലെങ്കിൽ യേശുവിന്റെ ആഗ്രഹം അത് തന്നെ. അത് നമ്മൾ കാണുമ്പോൾ അതൊരു ഹാഫ് വേഴ്സേ ഉള്ളൂ. പക്ഷേ
സാങ്ക് ബ്രദർ ദൈവം ബ്രദറിനോട് സംസാരിച്ച ഒരു കാര്യമായിട്ട് അത് യുനോ ബ്രദർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും വേറെ NCCF ഒക്കെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി കൂടുതലായിട്ട് കൺവിക്റ്റിംഗ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രദർ പറഞ്ഞ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദാവീദിനെ കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ദാവീദ് ബത്ലഹേമിലാണ് ജനിച്ചു വളർന്നത്. അപ്പം ദാവീദ് ശൗലിനെ ശൗലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദാവീദും കൂട്ടരും ഒക്കെ ഓടി ഒളിക്കുന്ന സമയത്ത് ദാവീദിന് പെട്ടെന്നൊരു ആഗ്രഹം, അയ്യോ ഞാൻ ബത്ലഹേമിലാണല്ലോ ജനിച്ച് വളർന്നത്, അവിടുത്തെ ആ കിണറ്റിൽ വെള്ളം എത്ര മധുരമുള്ള വെള്ളമാ, അതൊന്ന് കുറച്ച് കുടിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ ദാവീദ് ഒരു കാഷ്വലായിട്ട് പറഞ്ഞത്. അത് ആരും സീരിയസ് ആയിട്ട് എടുക്കുന്ന ദാവീദ് വിചാരിച്ചില്ല. പക്ഷേ ദാവീദിനെ അവിടെ അത്ര വിശ്വസ്തരായിട്ടുള്ള ചില രണ്ട് മൂന്ന് സൈനികര്, അവര് ഞങ്ങളുടെ യജമാനം ആ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ, ഇങ്ങനെയും സാരമില്ലെന്ന്, അങ്ങനെയാണെങ്കിൽ അവർ രാത്രിയിൽ ദാവീദ് ഉറങ്ങുന്ന സമയത്ത് അവര് എന്ന് ഈ ബത്ലഹേമില് അവിടെ ആ സ്ഥലമെല്ലാം ശൗല് കീഴടക്കി വെച്ചേക്കുക. അപ്പം ഇവരുടെ ജീവൻ തന്നെ പോകുന്ന ദാവീദിന്റെ കൂട്ടരാന്നറിഞ്ഞ് ഇവരുടെ ജീവൻ തന്നെ അവർ പണയം വെച്ച് എന്നാൽ തങ്ങളുടെ യജമാനൻ എൻ്റെ ആ ഒരു ആഗ്രഹം അറിഞ്ഞ് ആ കിണറ്റിൽ അവർ അവരുടെ ജീവൻ പണയം വെച്ച് ചെന്ന് ആ കിണറ്റിലെ കുറച്ച് വെള്ളം ആ, എടുത്തുകൊണ്ട് ദാവീദിന് കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ ദാവീദ് അത് കണ്ട് ദാവീദ് ആവപ്പാടെ അങ്ങ്, അയ്യോ ഇത്രയധികം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇത് എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല, ദിസ് ഇസ് യുവർ ലൈഫ് ബ്ലഡ്, നിങ്ങളുടെ ഒരു അത് ജീവരക്തമാണെന്ന് പറഞ്ഞ് ദാവീദ് അങ്ങ് ഒഴിച്ചു കളയുന്ന ഒരു രംഗമൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. ഇപ്പൊ സാങ്ക് ബ്രദർ അത് എടുത്ത് ബ്രദർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നലെ അത് ബ്രദർ വീണ്ടും അത് പറയുമായിരുന്നു. അപ്പൊ ആ ഒരു ദാവീദിന്റെ ഹൃദയത്തിലൊരു ആഗ്രഹം, ഒരു ഭൗതികമായിട്ടുള്ള ഒരു യജമാനന് അവന് ഒരു രാജസ്ഥാനം പോലും ഇല്ല, എന്നാൽ ആ ദാവീദിനോടുള്ള ആ ഒരു സ്നേഹത്തെ പ്രതി ദാവീദിന്റെ കൂട്ടാളികള് അവരുടെ ജീവൻ പണയം വെച്ച് അതുപോലെ ദാവീദിന്റെ ആഗ്രഹം, ഹൃദയത്തിന്റെ ആഗ്രഹം സഫലമാക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിയതുപോലെ അങ്ങനെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ദൈവപിതാവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, സത്യ നമസ്കാരികളെ, നിങ്ങൾക്ക് ആ വാക്യം അറിയാമല്ലോ അല്ലേ, യോഹന്നാൻ 4:23 എന്താ പറയുന്നത്, John 4:23, ദ ഫാദർ സീക്സ് ടു ബി, സെറ്റയോ എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. സെറ്റയോ എന്ന് പറഞ്ഞാൽ സീക്സ്, വാഞ്ചിക്കുന്നു. സത്യ ആരാധകരെ, യഥാർത്ഥത്തിൽ കർത്താവിനെ ആത്മാവിന്റെ സത്യത്തിലും ആത്മാവിൽ ഒന്നായിട്ട് ആരാധിക്കുന്നവരെ ദൈവം വാഞ്ചിക്കുന്നത്. അപ്പൊ ആ ഒരു ദൈവപിതാവിന്റെ ആഗ്രഹം ആ, അങ്ങനെയാണെന്ന് അറിഞ്ഞ് ഇപ്പം ചില ആ, കുഞ്ഞുങ്ങളൊക്കെ ആ, അപ്പന്റെ അന്ത്യാഭിലാഷം എന്താണെന്ന് അറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കാനായിട്ട് മക്കളൊക്കെ ഉദ്യമിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന്റെ ഒരു ആഗ്രഹം, സ്നേഹിക്കുന്ന ഒരു ഭാര്യയുടെ ഒരു ആഗ്രഹം, ഭർത്താവ് ഭാര്യ അല്ലെങ്കിൽ മക്കളൊക്കെ നിറവേറ്റി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ആ, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്താ, എന്തോ ഒരുപാട് പ്രസംഗികളെ വേണമെന്നല്ല, മറിച്ച് വർഷിപ്പേഴ്സ്, യഥാർത്ഥത്തിൽ വർഷിപ്പേഴ്സിനെ ആയിട്ട് ദൈവം അങ്ങ് വാഞ്ചിക്കുക, കർത്താവിനോട് ആത്മാവിലൊന്നായി തീരുന്നവർ. അപ്പൊ അങ്ങനെയുള്ളവരാണ് എന്താ, അങ്ങനെയുള്ളവർക്കാണ് ദൈവം തന്നെയാണ് അവരുടെ പ്രതിഫലം. അവര് സ്വാർത്ഥപരമായിട്ട് അവര് ദൈവം എനിക്ക് അത് തരുവോ ഇത് തരുവോ, ദൈവം എനിക്ക് ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ദൈവത്തെ പിന്തുടർന്നോളാം. യാക്കോബ് ഒരിക്കലും അങ്ങനെയായിരുന്നു പിന്തുടർന്നത്. ഈ എബ്രാഹിമിന്റെ സന്തതിയായിട്ടുള്ള യാക്കോബ്, നമുക്കറിയാം ഉൽപ്പത്തി 28-ാം അധ്യായത്തിൽ അവന്റെ ആത്മീയ ശൈശവാവസ്ഥയിൽ അവനെന്താ ദൈവത്തോടൊരു കോൺട്രാക്ട് ബേസിസിലാണ് പിന്തുടരുന്നത്, നീ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിന്നെ അങ്ങ് ആരാധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഇഫ് ഗോഡ് വിൽ മേക്ക് മീ, എന്താ അവിടെ പറയുന്നത്, ഇതേ ഉൽപ്പത്തി പുസ്തകം 28-ന്റെ അവസാനമാണ്. നമ്മൾ ഈ ഒരു പ്രതിഫലത്തിനായിട്ട് ഉള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി പ്രതിഫലം വേഗം വരുന്നു എന്ന് നമ്മളിപ്പം വായിച്ചേ. പക്ഷെ അതൊരു സ്വാർത്ഥപരമായ രീതിയിൽ അല്ല നമ്മളത് നോക്കിക്കാണണ്ടേ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെയാ കണ്ടത്, നമ്മൾ ഇന്ന് ആദ്യം ഒരു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായതിനെ കുറിച്ച് കണ്ടു. പിന്നെ ഈ ഒരു ക്രോണോളജിക്കൽ ഓർഡർ, ക്രമാനുഗതമായിട്ട് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടെ ഓട്ടപ്രദക്ഷിണം വെച്ച് കണ്ടിട്ട് കർത്താവ് വരാൻ വേഗത്തിലാ വരുന്നതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ എന്താ കാണുന്നതെന്ന് വെച്ചാൽ ഇതും കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യുക. ഇപ്പൊ ഇത് നമ്മൾ പറയുന്നേ, കർത്താവ് നമുക്ക് പ്രതിഫലം തരാൻ വരുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിലുള്ള പ്രതിഫലം ഈ യേശു കർത്താവ് തന്നെ, കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് പ്രതിഫലം. കർത്താവ് തന്നെയാണ് നമ്മുടെ പ്രതിഫലം. എബ്രഹാമിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. എബ്രഹാം ആ വസ്തുവകളോ അതൊന്നും അല്ല, അവനെ ദൈവം കൺമാനിരിക്കുന്ന ദേശത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പൊ ആ ഒരു എനിക്കല്ലേ ദൈവം കൺമാനിക്ക് ദേശം തന്നിരിക്കുന്നത്, ഈവൻ എന്തോത്തിന് ഈ ലോകത്തെന്ന് പറയുന്ന ഈ പയ്യൻ കയറി വന്ന് ഇതെല്ലാം കൂടെ അടിച്ചെടുത്തോണ്ട് പോവാന്നും പറഞ്ഞ് അവൻ ദൈവത്തോട് പരാതി പറയുകയല്ല, നിനക്ക് വേണ്ടുന്നെല്ലാം എടുത്തു, ബാക്കിയുള്ള ഞാൻ എടുത്തോളാം. അപ്പൊ ആ ഒരു ഹൃദയം, അവൻ ദൈവത്തെ അതുപോലൊരു എബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ എവിടെ യാക്കോബ് 2-ന്റെ അവസാനം നമ്മളത് വായിച്ചു. ഹി വാസ് കോൾഡ് ദ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തോട് അതുപോലെ സ്നേഹിതനായിട്ട് സംസാരിക്കുന്ന രംഗമൊക്കെ ഇവൻ ഉൽപ്പത്തി 19-ാം അധ്യായത്തിലൊക്കെ സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇത്ര പേരുണ്ടെങ്കിൽ, ഇത്ര നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കൂ, ഇത്ര 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കൂ എന്നൊക്കെ ചോദിച്ച്
ഒരു സ്നേഹിതനോടെന്ന വണ്ണം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു എബ്രാഹിമിനെയൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ എബ്രാഹിമിന്റെ സന്തതിയായിട്ടുള്ള യാക്കോബിന്റെ അവസാനകാലമായപ്പോഴത്തേക്ക് യാക്കോബ് യഥാർത്ഥത്തിൽ അടിമയിൽ നിന്ന് ആരാധിച്ച കാര്യമൊക്കെ നമ്മൾ എബ്രായർ 11-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ യാക്കോബിന്റെ ആരംഭകാലത്ത് അവന് ഉൽപ്പത്തി നമ്മളിപ്പോൾ എവിടെ വായിക്കുന്നത്? ജെനസിസ് ചാപ്റ്റർ 28. അവിടെ ബഥേലിൽ കൽത്തലയണെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ച അവിടെ ലാഡറിന്റെ ഏണി, സ്വർഗത്തിലേക്കുള്ള ഏണി, അത് യേശുവാണ് ആ ഏണി എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 1-ന്റെ അവസാനമൊക്കെ കർത്താവ് ദാനിയേലോട് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ആ ഏണി ഒക്കെ കണ്ട ആ ഒരു സമയത്ത് കണ്ടിട്ട് ഉറക്കം ഒക്കെ മാറി ഉറക്കമുള്ള ഉറക്കച്ചവട് എന്നൊക്കെ എഴുന്നേറ്റ് ജേക്കബ് റോസ് ഏർലി ഇൻ ദ മോർണിംഗ് 18-ാമത്തെ വകി യാക്കോബ് അധികാരത്തിൽ എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരൊക്കെ ഇട്ടു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരുണ്ടായിരുന്നു. ഈനോ യാക്കോബ് ഒരു നേർച്ച നേർന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, അത് കഴിഞ്ഞിട്ട് യാക്കോബിന്റെ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ്, അതാ നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് യാക്കോബ് വന്നില്ലായിരുന്നു. ഇന്ന് പലപ്പോഴും പല ദൈവമക്കൾ എന്ന് പറയുന്ന പുതിയ നിയമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും, ദൈവം എനിക്ക് പരീക്ഷ നല്ല മാർക്ക് തന്നാൽ, ദൈവം എനിക്ക് നല്ല ജോലി തന്നാൽ, നല്ല കല്യാണം തന്നാൽ, എൻ്റെ മക്കൾക്ക് നല്ല ജോലിയും കല്യാണവും ഒക്കെ കൊടുത്താൽ നീ എൻ്റെ ദൈവമായിരിക്കും, അല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത്ര അങ്ങ് നിന്നെ പിൻപറ്റാൻ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് പറയുന്നൊരിതാണ്. കർത്താവെ നീ എനിക്കായിട്ട് ഒന്നും തരണ്ട, നീ ഓൾറെഡി എല്ലാം തന്നു. കാൽവരി കുരിശിൽ അവസാനത്തെ രക്തം എനിക്കായിട്ട് ചൊരിഞ്ഞു. നിത്യ നരകാഗ്നി മാത്രം അർഹതയുള്ള എനിക്ക് കർത്താവെ അവിടെ നിന്ന് സ്വർഗത്തിന് അവകാശിയാക്കി ഈ സന്തോഷവും സമാധാനവും ഒക്കെ കർത്താവെ ഉള്ളൊരു ജീവിതം എനിക്ക് തന്നു. ഇതെല്ലാം അവിടുന്ന് എനിക്ക് തന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും കർത്താവെ ഞാൻ അങ്ങേ തന്നെ പിൻപറ്റും എന്ന് പറയുന്നത് യഥാർത്ഥമുള്ളൊരു ശിഷ്യൻ. പക്ഷേ ഇവൻ പറയുന്നത് എന്താ? നമ്മുടെ യാക്കോബിനെ കല്ലെറിയാൻ നമ്മൾ ആരുമല്ല. യാക്കോബ് അന്ന് പഴയ നിയമത്തിലായിരുന്നു. ഇന്നത്തെ പോലെ നമുക്കുള്ള റിസോഴ്സസോ ഉദവികളോ സ്രോതസ്സുകളോ ഒന്നും അവനില്ലായിരുന്നു. എന്നാൽ അവന്റെ ഒരു ആത്മീയ ശൈശവത്തിൽ പറയുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മളുടെയും ഒരു ഹൃദയത്തിൽ നമ്മുടെ ജഡം, അത് ജഡമാണ് നമ്മുടെ ജീവിതത്തിൽ ഡോമിനന്റ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ദൈവത്തോട് ബിസിനസ് ചെയ്യുന്നവരായിരിക്കും. എന്താ അവൻ പറഞ്ഞേ? ഉൽപ്പത്തി 28:20 ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും, എവിടെ യേശാവിനെ പേടിച്ച് പോവുക ഓടി, ഈ യാത്രയിൽ എന്നെ കാക്കുകയും, ഭക്ഷിക്കുവാൻ ആഹാരം തരണം, ധരിക്കുവാൻ വസ്ത്രം തരണം, എനിക്ക് അതൊക്കെ തരുകയൊക്കെ ചെയ്യണം. പിന്നെന്താ, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യും. ഇഫ് ഗോഡ് ഡസ് ഓൾ ദീസ് തിങ്സ്, യഹോവ എനിക്ക് ദൈവമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലോർഡ് വിൽ ബി മൈ ഗോഡ്. ഞാൻ തൂണായി നിർത്തി ഈ കല്ല് ദൈവത്തിന് ആലയമായി ആകും. നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശവും ഒക്കെ തന്നോളാം. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിനക്ക് 10% തരണം. ദൈവത്തിന് ഏതാണ്ട് പിച്ചച്ചട്ടിയിൽ ഈ 10% ഏതാണ്ട് ആവശ്യമുള്ളതുപോലെ ദൈവം ഇതെല്ലാം ആകാശവും ഭൂമിയും എല്ലാം കർത്താവിൻ്റെ. അപ്പൊ ഈ ഇവന്റെ 10% വേണ്ടിയാണോ? ഇന്ന് പലപ്പോഴും ആൾക്കാർ ആ പഴയ നിയമത്തിന് ആത്മാവില്ല. ഇന്ന് പുതിയ നിയമസഭകൾ എന്ന് പറയുന്ന സഭകളിലും ആ ദൈവം നിങ്ങളുടെ ദശാംശം അങ്ങ് കൊടുക്കൂ, ആ ദൈവം നിങ്ങൾക്ക് അത് തരും, ഇത് തരും, അത് മറിച്ചത് തരും, മറ്റേത് തരും. എന്തുവാ നമ്മുടെ യാക്കോബിനെ കാട്ടി കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവെ എനിക്ക് നമ്മൾ കർത്താവിനായിട്ട് കൊടുക്കുന്ന രഹസ്യത്തിൽ സന്തോഷത്തോടെ അവിടെ 10% അല്ല 10% കൂടുതലോ കുറവോ നമുക്ക് എത്ര സന്തോഷത്തോടെ ആ ഒരു സമയത്ത് കൊടുക്കാനായിട്ട് ദൈവം പ്രേരിപ്പിക്കുന്നു. അതനുസരിച്ച് നമ്മൾ രഹസ്യത്തിൽ വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ നമ്മൾ ചെയ്യണം. അതാ പുതിയ നിയമത്തിന്റെ പ്രമാണം. എന്നാൽ നമ്മളിത് ഇങ്ങനെയൊക്കെ ദൈവം എനിക്ക് അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഓരോരുത്തരും നേർച്ച നേരുമല്ലോ ഈ അവിശ്വാസികള്, ഇന്നതൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇന്ന വഴിപാട് കഴിക്കും, ഇന്ന ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അത് ജാതികളുടെ ഒരു ദൈവത്തോടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നത് പോലുള്ളൊരു മനോഭാവം. എന്നാൽ കർത്താവാണ് നമ്മുടെ പ്രതിഫലമായിരിക്കേണ്ടത്. നമ്മള് അതാ ഇപ്പൊ 9:30 ആയല്ലോ. ഞാനതുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ കർത്താവ് ആകുന്ന പ്രതിഫലത്തെയാണോ നമ്മൾ നോക്കി പാർക്കുക? കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുവാൻ നമ്മുടെ വില്യം ബൂത്ത് കണ്ട ആ ദർശനം, ആ സ്വപ്നത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. ഞാനത് വീണ്ടും ഒന്ന് ഓർപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും. ആ ഒരു ദർശനത്തെ കാണുന്ന എന്താ, മരിച്ച സ്വർഗത്തിൽ എത്തുമ്പം സ്വപ്നമായിട്ട് കണ്ടത് രാത്രിയിൽ വില്യം ബൂത്ത്. സ്വർഗത്തിലെത്തുമ്പോൾ എന്താ ഞാൻ സ്വർഗത്തിലെത്തിയ സന്തോഷം, പക്ഷെ കർത്താവിനോട് അങ്ങ് അടുക്കാൻ പറ്റുന്നില്ല. അവിടെ കുറച്ച് പേർക്ക് കർത്താവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നു, എനിക്ക് കർത്താവിനോട് അടുക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിൽ. എന്നാൽ ഇനി ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ ജീവിക്കാൻ, ഞാൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിച്ചേനെന്ന് പറഞ്ഞ് അവൻ ഞെട്ടി ഉണർന്നപ്പോൾ അയ്യോ ഇത് സ്വപ്നമായിരുന്നു, അപ്പൊ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അതിനു വേണ്ടി ജീവിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവൻ സാൽവേഷൻ ആർമി ഒക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ സാൽവേഷൻ ആർമിയൊക്കെ അതിന്റെ ഇതിൽ നിന്നൊക്കെ ആ തീക്ഷ്ണതയൊക്കെ പോയി. അതൊരു ഒരു ഫ്രെയിംവർക്ക് എന്നുള്ളതേ ഉള്ളൂ എന്നൊരു കാര്യങ്ങൾ. പക്ഷെ അതിന്റെ സ്ഥാപകന് അത്ര ഫുൾ ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിസൈപ്പിൾ ആയിരുന്നു. അപ്പം നമുക്ക് ഇന്ന് നമ്മൾ എന്തൊക്കെയാ നമ്മൾ കണ്ടേ? കർത്താവിന്റെ വരവിനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരാണോ? നമ്മള് കർത്താവ് വേഗം വരാനായിട്ട്
വരും എന്നുള്ള കാര്യവും പ്രതിഫലം കയ്യിലുണ്ടെന്നുള്ള കാര്യവും ആ പ്രതിഫലത്തിനായിട്ട് എന്താ നമ്മൾ നോക്കി പാർക്കുന്ന പ്രതിഫലം എന്താ? യേശു തന്നെയാണ് എൻ്റെ പ്രതിഫലം. മറ്റേ സന്തോഷ് ബാബുവിന്റെ മോളുടെ സെഫേനയുടെ മാരേജിലെ വിന്നസം ബ്രദറെ മെസ്സേജ് പറഞ്ഞപ്പോഴും പറഞ്ഞു, കർത്താവ് അവിടുന്നാണ് എൻ്റെ അഭിലാഷം, യു ആർ മൈ അംബീഷൻ, യു ആർ മൈ ഡിസയർ, അവിടുന്നാണ് എൻ്റെ ആഗ്രഹം, അഭിലാഷം. ആ ഒരു അതാണ് ആരാധന. ലോഡ്, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ അങ്ങനെയല്ലാതെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ആത്മാവിനെ നിറഞ്ഞ് കർത്താവിനോട് ഒന്നായി ചേരുന്ന ഒരു ആത്മാവിലെ ആരാധന, ആ സത്യാരാധകരെയാണ് കർത്താവ് എൻ്റെ ഹൃദയത്തിന് ആഗ്രഹം. നമുക്ക് ലോകത്തിലെ വലിയ പ്രശസ്തിയോ അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്തിലെ വലിയ പ്രശസ്തിയോ വലിയ ശുശ്രൂഷയോ വലിയ പണവോ പ്രശസ്തിയോ അംഗീകാരമോ അതൊക്കെ ചപ്പും കുപ്പയും. എന്താ കർത്താവെ, അവിടുത്തെ ഹൃദയത്തിന് സന്തോഷം എനിക്ക് നൽകണം. നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. സ്നേഹ പിതാവേ, അവിടുത്തെ ആ ഹൃദയത്തിന് ആഗ്രഹത്തെ കണ്ട് കർത്താവെ, അവിടുത്തെ ഹൃദയത്തെ സന്തോഷിപ്പാൻ തക്കവണ്ണം സത്യ ആരാധകരാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലും ഞങ്ങളുടെ മനുഷ്യാത്മാവിലെ യാഥാർത്ഥ്യത്തോടെ കർത്താവെ, ആത്മനിറവില് ദൈവവചനപ്രകാരം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയോട് ഒന്നായി ചേരുവാൻ, അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയത്തിന് ആഗ്രഹമായി തീരുവാൻ. വേറൊരു പ്രതിഫലമല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ട, അങ്ങേ തന്നെ ഞങ്ങൾക്ക് വേണം. അങ്ങേ മാത്രമേ ഞങ്ങൾക്ക് മതി കർത്താവേ. സ്വർഗത്തിലും ഭൂമിയിലും അങ്ങല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരാ ഉള്ള കർത്താവേ? നിത്യജീവന്റെ മൊഴികൾ അങ്ങയുടെ പക്കലാണല്ലോ. അങ്ങേ പിരിഞ്ഞ് ഞങ്ങൾ എങ്ങോട്ട് പോകും കർത്താവേ? എപ്പോഴും അവിടുത്തെ സന്നിധിയിൽ തന്നെ ആ ജീവന മൊഴികൾക്കായിട്ടായിരിക്കാനും അങ്ങേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനും, അങ്ങേ കർത്താവെ 24 അവേഴ്സും 24 മണിക്കൂറും രാപ്പകൽ അന്ത്യോളം കർത്താവെ ഞങ്ങളെ അങ്ങേ ആത്മാവിൽ ആരാധിക്കുന്നവരായിട്ട് ഇടപെടാതെ കർത്താവെ, ഇടതടവില്ലാതെ അങ്ങ് ആരാധിക്കുന്നവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കുന്നതിനായിട്ട് അവിടുത്തെ മുമ്പാകെ എപ്പോഴും വട്ടപൂജ്യമായിട്ട് സീറോ ആയിട്ടായിരിക്കാനും, അവിടുത്തെ ആത്മാവിനാൽ എപ്പോഴും നിറഞ്ഞ കർത്താവെ അങ്ങോട്ടൊന്നായി അങ്ങേ ആരാധിക്കുവാൻ, അവിടുത്തെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ജോലിയില്, പഠനത്തില്, ഞങ്ങളുടെ ഓരോ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റവും കർത്താവെ ഉത്തരവാദിത്വ ബോധത്തോടെ കാര്യങ്ങളെല്ലാം എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവെ ആത്മാവ്, ഞങ്ങളുടെ ദേഹിയൊക്കെ അങ്ങയുടെ വലിയ സ്വസ്ഥതയോടെ ആയിരിക്കാൻ, അങ്ങ് ആരാധിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. സഭയായിട്ട് ഞങ്ങളെ സഹായിച്ചായിട്ട്, ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചായിട്ട്, ഇവിടെ ആത്മാവിൻ്റെ അഗ്നിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചായിട്ട് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശുവിൻ്റെ വിലയേറിയ മധുരമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.